ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ഇന്ത്യയിലായിട്ട് ഇതൊക്കെ തുറന്നു പറയാം. ഇഫ് ഐ എം ഇൻ കാനഡ ഐ വിൽ ഗെറ്റ് കോൺസിക്വൻസസ്. 5.5 കോടി രൂപ മഴവിൽ ക്ഷേമത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നു. അതിന് മുന്നേ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, ഫ്ലെയിം ത്രോവർ. ഞാൻ കേട്ടുള്ള സ്റ്റഡി എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഒരു സിവിലൈസേഷൻ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യോ ആ സമയത്ത് കൂടുതൽ നമ്മൾ 5 പേരിലിരിക്കുവാണ്. സംബഡി ഈസ് ടേണിംഗ് ഔട്ട് എ ബ്രോ ഐ എം ഗേ. നമ്മൾ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വെൽക്കം ടു ദി ഇലുമിനാറ്റി. നമുക്കിപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയ്ക്കണം, പട്ടിണി കുറയ്ക്കണം, എമിഷൻസ്, കാർബൺ എമിഷൻസ് കുറയ്ക്കണം. അതുപോലെ എല്ലാ വർഷവും അവർക്കുള്ള ടാർഗറ്റ്സ് ആണ് പോപ്പുലേഷൻ കുറയ്ക്കണം. ഹ്യൂമൻ മൈൻഡിന് നമുക്ക് ആര് വേണമെങ്കിലും ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം ഇഫ് വി ബിലീവ്. അത്ര ഇമ്മച്വർ ആണ് മൈൻഡ് എങ്കിൽ. പക്ഷെ 2 അടി കിട്ടി അവിടെ ഇടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീരും. സൂപ്പർമാൻ വീട്ടിൽ പോകും. സന്യാസീനെ എടുത്താലും ഒരു അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പോലെ ഒരു കോൺകററിനെ എടുത്താലും നമ്മുടെ ഉള്ളിൽ ഒരു വിൽ ടു പവർ ഉണ്ട്. There's always this struggle. It's where you put it. When some people put it outside, some people put it inside. പണ്ടത്തെ പോലെ വീട്ടുകാർ പിള്ളേരെ അടിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷനിലെ മൈരന്മാരുടെ പിള്ളേർ വരുമ്പോൾ എന്തുമായിരിക്കും? ജെൻഡർ അഫേമിങ് ചെയ്യുന്ന ഹോർമോണൽ ഷോട്ട് അവന് അന്ന് കൊടുക്കും. How did they convince that this is something to be supported? ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ, ഫീമെയിൽസ് ആണ് ഇതെല്ലാം. വീട്ടിലേക്ക് പോകുമ്പോൾ 10 ഗേൾസ് ഉണ്ടെങ്കിൽ 3 ഗേ കൂടെ കാണും. അവിടെ നിർബന്ധം. LGBTQ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടിങ് ഫണ്ടിങ് നോക്കിയാൽ അവർ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്ന ഫോൺ സൈറ്റ്സിൽ ബോണ്ടിലേക്ക് പറ്റും. സ്റ്റെറിലൈസേഷൻ ഷോട്ടായിരുന്നു കോവിഡ് ഷോട്ട് എന്ന് പറഞ്ഞ് ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യും. എവരിവെയർ പോലീസ് പിടിച്ചിട്ട് പോകും. ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോ എനിക്ക് പേടിയാണ്ടാ. എനിക്ക് നടക്കാൻ പേടി. ഇനി അവിടെ നിന്ന് വന്ന് പിടിക്കും, ഇവിടെ നിന്ന് വന്ന് പിടിക്കും, തൊട്ടിട്ട് പോകും. ദേഷ്യം വന്ന ആളാവും, ദേഷ്യം പോയപ്പോഴും. സ്കൂളിൽ 4 വൂൾഫ് ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ 4 വൂൾഫ് ഉണ്ട്. വെൽക്കം ബാക്ക് ടു ദ പോഡ്കാസ്റ്റ് ഗൈസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് ദ LGBTQ കമ്മ്യൂണിറ്റി. എടാ, എനിക്ക് ഫസ്റ്റ് ആയിട്ട് ചോദിക്കാന്നുള്ളത്, LGBTQ ഒരു മെന്റൽ ഡിസീസ് ആണോ? എനിക്കാണെന്നാ തോന്നുന്നു. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മെന്റൽ ഡിസോർഡറാണ് LGBTQ എന്നാണ് വലിയ വലിയ ആളുകളും സ്റ്റഡികളും ഒക്കെ പറയുന്നത്. പക്ഷേ ആ സ്റ്റഡികൾ തന്നെ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ കാനഡയിൽ പോയി ഞാൻ കുറച്ച് നാൾ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളവിടെ പട്ടികളാവുന്നു, പൂച്ചകളാവുന്നു, ടേബിളാവുന്നു. അങ്ങനെ ഞാനിപ്പോൾ അവിടെ ഒരു ജോലിക്ക് ഇന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 270ത്തിലായിരിക്കും M വരുന്നത്, മെയിൽ വരുന്നത്. അതിന് മുന്നേ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, ഫ്ലെയിം ത്രോവർ. സീരിയസ്ലി പ്രയോറിറ്റി. ആൻഡ് ഇവർക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. ദർ ഷുഡ് ബി ഇപ്പൊ 10 പേരെ ഹയർ ചെയ്യുവാണെങ്കിൽ 3 പേരെ ഈ അംബ്രല്ലയിൽ നിന്ന് എടുക്കണം, ഇവർന്ന് എടുക്കണം. അപ്പോൾ സോബീസിലും വാൾമാർട്ടിലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് ഐ എം ഗിവിംഗ് ഫ്ലെയിം ത്രോവർ, ഇഫ് ഐ എം ഗിവിംഗ് ടേബിൾ ആസ് മൈ ജെൻഡർ, ഐ ഹാവ് എ മോർ പ്രയോറിറ്റി. ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കൂടും. ബിക്കോസ് അവർക്ക് ഹ്യൂമൻസിനെ വേണ്ട. അത്ര മെന്റൽ ഡിസോർഡറിലൂടെയാണ് കാനഡ കടന്നു പോകുന്നത്. ഇതെങ്ങനെ ഗവൺമെന്റ് അലോ ചെയ്യുന്നതാണ്? ലൈക്ക് വാട്ട് ബെനിഫിറ്റ് ഡസ് ഇറ്റ്? എടാ, ഒന്നെങ്കിൽ ഇത് പറയുന്നതെങ്കിൽ ഡീപ് ഷിറ്റിലോട്ട് പോകണം. കാരണം ഒരു ഗവൺമെന്റ് ഇത് അലോ ചെയ്യണമെങ്കിൽ ദാറ്റ് ഗവൺമെന്റ് ഈസ് പ്രോബ്ലി നോട്ട് ദ ഗവൺമെന്റ് ഓഫ് ദ കൺട്രി. അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. ചിലപ്പോൾ കാനഡയുടെ ഗവൺമെന്റ് ഇത്രയേ അനുവദിച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് വി കനോട്ട് അസ്യൂം എവ്രിബഡി ഇൻ എ കൺട്രി ഹാസ് ഗോൺ മാഡ്. അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് എന്തൊക്കെ അജണ്ടകളോ കാര്യങ്ങളോ ഒക്കെ വരും. ഇത് ഇലുമിനാറ്റിയിലേക്കാണ് തോന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു കോർപ്പറേറ്റ് ഡ്രിവൺ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഡ്രിവൺ. ദി എൻഡ് ഓഫ് ദ ഡേ നമ്പേഴ്സ് ആയിരിക്കും. ആരോ ഇതിൽ നിന്ന് നമ്പേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് റൺ ചെയ്യുന്നു. ജസ്റ്റ് നമ്പേഴ്സ് മാത്രമല്ല, കാരണം ഈ റിസർവ് ബാങ്കും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോഴും വിചാരിക്കും ഫെഡറൽ റിസർവ് അമേരിക്കയുടെ ഇറ്റ്സ് എ ഫെഡറൽ ഓൺഡ് ഏജൻസി ആണോ? നോ, ഇറ്റ്സ് എ പ്രൈവറ്റ് ഏജൻസി കംപ്രൈസസ് ഓഫ് 6 ബിഗ് കമ്പനീസ്. 6 കമ്പനികൾ രാവിലെ പണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. പേപ്പർ വെക്കുക, പ്രിന്റ് ചെയ്യുക, 100 കോപ്പി കൊടുക്കുക, $100 ഇങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഓൺ ചെയ്യുന്ന കോർപ്പറേഷൻസിന് ഈ LGBTQ എന്ന് പറയുന്ന അജണ്ട പുഷ് ചെയ്യണമെങ്കിൽ മണി ഈസ് നോട്ട് ദ ഫാക്ടർ, ബിക്കോസ് ദേ ഹാവ് അൺലിമിറ്റഡ് മണി. യഥാർത്ഥത്തിൽ നിയമത്തിൽ ഗോൾഡ്
തൂക്കി വെച്ചിട്ടാണ് മണി വെക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലായാലും 100 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ നോട്ട് അടിക്കണമെങ്കിൽ 1000 രൂപയുടെ ഗോൾഡ് റിസർവിൽ വെക്കണം. അതാണ് നിയമം. എന്നാലേ അതിന് വാല്യൂ ഉള്ളൂ. പക്ഷെ അമേരിക്കയിൽ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ 200 വർഷത്തിനകത്ത് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് അമേരിക്ക 80% ഓഫ് ദ US dollar വാസ് പ്രിന്റഡ് ഇൻ ദ ലാസ്റ്റ് 5 years. 80%. അപ്പൊ അവരുടെ ഇൻഫ്ലേഷനും അവരുടെ എക്കോണമിയും പോകുന്ന എങ്ങോട്ടാണ് നിങ്ങൾ ആലോചിക്കണം. ഇത് ഫാക്റ്റ് ആണ്. നിങ്ങൾ 80 എന്ന് പറഞ്ഞാൽ ഐബോളിക പോലെയല്ല, ഇത് ഞാൻ വാർത്തയിൽ ലെജിറ്റ് ഇൻഫോയാണ്. അപ്പോ ഇങ്ങനെ വരുന്ന ഒരു എക്കോണമിയില് പറഞ്ഞില്ലേ അത് മണി വോട്ട് ഗോൾ ഒരു വേൾഡ് ഓർഡറിലേക്കൊക്കെ പോകാനാണോ ഇവർക്ക് വേണ്ടുന്നത്? ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ അജണ്ട നമ്മുടെ ബിൽ ഗേറ്റ്സ് ആയാലും, ഇപ്പൊ എനിക്ക് ഇവിടെ ഇന്ത്യയിലായതുകൊണ്ട് ഇതൊക്കെ തുറന്നു പറയാം. ഇഫ് ഐ മീൻ കാനഡ ഐ വിൽ ഗെറ്റ് കോൺസിക്വൻസസ് ബിക്കോസ് എൻ്റെ ജോലി കാര്യങ്ങൾ എല്ലാം ഇവനും കാനഡയാണ്, ഇവനും അറിയാം. അപ്പോ നമുക്ക് കാനഡയില് പേടിക്കുന്ന ഒരു ടോപ്പിക്കാണത്. നമുക്ക് വെളിയിൽ നിന്ന് ഒരാള്, ഞാൻ കാനഡയിൽ പോകുമ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന കാണാം പട്ടികളൊക്കെ, ലിറ്ററൽ മനുഷ്യര് വാലൊക്കെ വെച്ച് ക്രോസ് ചെയ്യും ഓൺ ദെയർ ഫോഴ്സ് 4 കാലില്. നമുക്ക് മനുഷ്യര് പോകുമ്പോ ഹോങ്ക് ചെയ്യാം, ആളുകളൊന്നും പറയത്തില്ല. പട്ടികൾ പോകുമ്പോ ഹോങ് ചെയ്താൽ നമ്മളെ ബാക്കിയുള്ള ട്രാഫിക്കിൽ നിൽക്കുന്നവര് വന്ന് തെറി വിളിക്കും. നടക്കാൻ വയ്യ, കണ്ടൂടെ, ഇറ്റ്സ് ജസ്റ്റ് അഡാപ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ക്യാൻസൽ ചെയ്യും. പോലീസ് വരും, വിൽ ബി ഇൻ ജയിൽ. ഞാൻ കേട്ടുള്ള സ്റ്റഡി എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഒരു സിവിലൈസേഷൻ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യോ ആ സമയത്ത് കൂടുതൽ LGBTQ whenever a civilization start playing with their gender, it's most probably അവരുടെ ആ സിവിലൈസേഷന്റെ ഡൗൺഫോൾ ആണ്. ലൈക്ക് റോം. കാരണം വേറൊന്നും ചെയ്യാനില്ല, മനുഷ്യർക്ക് ബ്രെഡും സർക്കസും എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഹ്യൂമൻസ് ഓൾവേസ് വാണ്ട് ടു ടിങ്കർ വിത്ത് സംതിങ് എൽസ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയാലും വി നീഡ് സംതിങ് എൽസ് ടു ടിങ്കർ വിത്ത്. അപ്പൊ അതുപോലെ വന്ന പുതിയൊരു കാര്യമാണ് LGBTQ എന്ന് പറയുന്നത് ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ ഈ ബിൽ ഗേറ്റ്സ് ഒക്കെ പോലെ വലിയ ആളുകൾ ടെഡ് ടോക്കിലും വലിയ സംഭവത്തിലും ഒക്കെ വന്നിട്ട് ഹ്യൂജ്ലി ദേ വാണ്ട് ടു റെഡ്യൂസ് പോപ്പുലേഷൻ. അവരുടെ ഇപ്പോൾ നമ്മുടെ WEFന്റെ ആണെങ്കിലും WHO ആണെങ്കിലും അജണ്ട എടുത്താൽ ദേ വാണ്ട് ദ പോപ്പുലേഷൻ റെഡ്യൂസ്ഡ് ടു 17 million. ദേ ഹാവ് എ നമ്പർ. നമുക്കിപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയ്ക്കണം, പട്ടിണി കുറയ്ക്കണം, എമിഷൻസ്, കാർബൺ എമിഷൻസ് കുറയ്ക്കണം. അതുപോലെ എല്ലാ വർഷവും അവർക്കുള്ള ടാർഗറ്റ്സ് ആണ് പോപ്പുലേഷൻ കുറയ്ക്കണം. How does it benefit them? How does it benefit them? We should first ask the question, who are them? Who is them to dictate the whole population? I mean, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പണത്തിന് മുകളിൽ പവർ എന്നൊരു സംഭവമാണ് ആൾക്കാരെ റൂൾ ചെയ്യുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫിലോസഫർ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രൂഡ് പറഞ്ഞ ഹ്യൂമൻ മോട്ടീവ് എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന 2 തിങ്. ഒന്ന് സെക്സ് ഏർജ്, രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഏർജ് എന്നാണ് പുള്ളി പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് പീഡോഫൈൽ ആയിരുന്നു, പീഡോഫൈലായിരുന്നോ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ബുക്ക് ഞാൻ താഴെ ഇരിക്കുന്ന കണ്ടു. ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ത്രൂ ഔട്ട് ഹിസ്റ്ററി നമ്മൾ ബയോളജിക്കലി ആയാലും കെമിക്കലി ആയാലും മനുഷ്യര് വി ഓൺലി സർവൈവ് ടു, അല്ല, നമ്മൾ ജീവിക്കുന്ന തന്നെ 2 കാര്യങ്ങളിലേ ഉള്ളൂ. നമ്മുടെ ബേസിക് DNA അതേ കോഡ് ചെയ്തിട്ടുള്ളൂ. പ്രൊക്രിയേറ്റ്, സർവൈവ്. ഇതിനു വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്തത്. നമ്മളിപ്പോൾ ഇന്നിവിടെ പോഡ്കാസ്റ്റ് ചെയ്യാൻ വന്നത് തന്നെ ഒരു സർവൈവ് അല്ലെങ്കിൽ പ്രൊക്രിയേറ്റ് എന്ന മനസ്സിലുണ്ട്, 100% ഉണ്ട്. കാരണം ആ 2 കാര്യത്തിനെ നമുക്ക് എന്ത് ചെയ്യാനും നമ്മളുടെ ഡ്രൈവ്. എവ്രി ഡിസിഷൻ is either for procreation or either for my survivability. സർവൈവലിനെ തന്നെ മോഡേൺ ഡേ സ്റ്റാൻസിൽ പറഞ്ഞുകൂടെ യുവർ മോട്ടീവ് ടു ബിക്കം ഇമ്പോർട്ടൻ്റ് ഓർ ഗ്രേറ്റ് എന്ന്. ഇപ്പം പോഡ്കാസ്റ്റിൻ്റെ സൈക്കോളജി തന്നെ എടുത്തു. വൈ ആർ യു ഡൂയിങ് ഇറ്റ്? ബിക്കോസ് യു വോണ്ട് ടു ബി ഇമ്പോർട്ടൻറ്റ്. യു വോണ്ട് ഹാവ് ദ പവർ ടു ഇൻഫ്ലുവൻസ്. നോട്ട് ഓൾവേസ്. പക്ഷേ മിക്ക ആൾക്കാരും ഡ്രാൻ ആയിട്ടുള്ളതല്ലേ. I want to make an impact. You want to be important. Simple.
Yes. Sometimes some people want to let something out to the world. They don't want to be important. മാസ്റ്റർ ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ടല്ലോ, ഫേസ് കാണിക്കാത്ത ആളുകൾ വരുന്നു. പക്ഷെ എല്ലാത്തിനും ബിഹൈൻഡ് ഒരു അജണ്ട ആണ്. They have their own marketing strategies. എടാ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട് ഡെഫിനറ്റ്ലി. അതില്ലാത്തവര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ ചില ആളുകൾ ഒരു പേരും ഇല്ല, ഒരു ഇതുമില്ല, മാസ്ക് ഒക്കെ വിട്ടിട്ട് എന്താ ഉമ്മൻചാണ്ടിയെയും BJP-യെയും കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും എല്ലാവരെയും തെറി വിളിക്കുന്ന ആളുകളുണ്ട്. ദേ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് ഔട്ട് ദി ട്രൂത്ത്. അപ്പോൾ അവന്റെ മോട്ടീവ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ അജണ്ട ആയിരിക്കുമല്ലോ, ഒരു പോയിന്റ് അത് ശരിയാവും. എവറിഥിങ് ഹാസ് എൻ അജണ്ട. സോ മാർക്കറ്റിംഗ് സ്റ്റാൻഡ് ഞാൻ പറഞ്ഞാലേ, നമ്മളന്ന് പഠിച്ചില്ല, നമ്മൾ ആപ്പ് ഉണ്ടാക്കുമ്പോൾ പഠിച്ചില്ലായിരുന്നു, നമ്മൾ ആപ്പിന്റെ പുറകെ പോയായിരുന്നു ആപ്പ് ഉണ്ടാക്കും. അപ്പം ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ, നമ്മളന്ന് ഓർമ്മയുണ്ടോ LGBTQ സെപ്പറേറ്റ് സെക്ഷൻ കൊടുക്കണം? ഞങ്ങളൊരു ആപ്പ് ഉണ്ടാക്കുക, സ്നാപ്ചാറ്റിൻ്റെ ഒക്കെ സിമിലർ ഒരു ഐഡിയ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് LGBT സെക്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും എവ്രി സിംഗിൾ ബിഗ് കമ്പനീസ്, നൈക്കി ആയിക്കോട്ടെ, അഡിഡാസ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു പുതിയ ലൈൻ ഓഫ് പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്. രണ്ടാമത് ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സെൽഫ് മാർക്കറ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പീപ്പിൾ വോണ്ട് ടു ബി ഇമ്പോർട്ടൻ്റ് ഓർ നോട്ടിസ്ഡ്. ഒരു 10 LGBTQ വന്നെന്ന് വെച്ചോ, അവർക്ക് സ്വന്തമായിട്ട് ബാർബർ ഷോപ്പ് ഉണ്ടാക്കി. ആ ബാർബർ ഷോപ്പിൻ്റെ ഓണർ പറയാം, ഞാൻ LGBTQ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാൾക്ക് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദീസ് ഫൂൾസ് വിൽ മാർക്കറ്റ് അറൗട്ട്. മനസ്സിലായോ? ബിക്കോസ് അത് അവരുടെ ആവശ്യമാണ്. They want to know people are here for us. We have our own institutions. കാരണം ആ ഗ്രൂപ്പിന് they want to be important in the society. എടാ, ഞാൻ പക്ഷെ ഇത് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, നീഷ്യന്റെ വിൽ ടു പവർ എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ഒരു മനുഷ്യനായിട്ട് ജനിച്ച അയാൾക്ക് വിൽ ടു ട്രൂത്ത് അല്ല, വിൽ ടു പവർ ആണുള്ളത്. നമുക്ക് എപ്പോഴും പവർ. അതിപ്പോ നീ ഒരു സന്യാസീനെ എടുത്താലും, ഒരു അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പോലെ ഒരു കോൺകററിനെ എടുത്താലും, നമ്മുടെ ഉള്ളിൽ ഒരു വിൽ ടു പവർ ഉണ്ട്. വിൽ ടു പവർ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവർക്കും ഒരു ബിഗ് പ്ലാൻ ഉണ്ട്. ഇപ്പൊ സന്യാസിന്റെ ബിഗ് പ്ലാൻ എന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ക്രിയേറ്റീവ് അല്ലെങ്കിൽ സ്ട്രഗിൾ ആണ്. അപ്പോ വാരിയേഴ്സ് ആൻഡ് ബോക്സേഴ്സ് ആൻഡ് അതർ പീപ്പിൾ നോ, ലൈക്ക് പീപ്പിൾ ഹു ഗോ ഔട്ട് ഇൻ ടു ദ വേൾഡ് ആൻഡ് പുട്ട് ദാറ്റ് സ്ട്രഗിൾ ഇൻടു ദ വേൾഡ്. അപ്പൊ അവരുടെ സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫിസിക്കൽ എക്സ്റ്റേണൽ സ്ട്രഗിൾ. മനസ്സിലായോ? ദ അതർ സൈഡ് ഇപ്പൊ ഈ സന്യാസി, മനസ്സിലായോ? പുള്ളിക്കാരൻ എന്തോന്ന് ഈ സ്ട്രഗിൾ എല്ലാം വിട്ടിട്ട് ഉള്ളിലുള്ള സ്ട്രഗിൾ. മനസ്സിലായോ? there is always this struggle. It's where you put it. When some people put it outside, some people put it inside. പക്ഷെ this LGBTQ thing, അത് വേറൊരു കൈൻഡ് ഓഫ് സ്ട്രഗിൾ. മനസ്സിലായോ? ഈ ഫോൺസും ഇന്നത്തെ കാലത്ത് പോയി നമുക്ക് പ്രശ്നങ്ങളില്ല. വെളിയിൽ നോക്കുമ്പോൾ ഡിപ്രഷന്റെ റേറ്റ്സ് സ്കൈ റോക്കറ്റ് ചെയ്യുന്നു. അതേസമയത്ത് LGBTQന്റെ സംഭവം സ്കൈ റോക്കറ്റ് ചെയ്യുന്നു. Don't you see the connection? People are too comfortable എന്നാണ് നീ പറയുന്നത്. People don't have problems, real problems. എടാ, നോർമലി ദിസ് എറ ഇസ് ദ മോസ്റ്റ് കംഫർട്ടബിൾ എറ വി ആർ ലിവിങ് ഇൻ. ഏറ്റവും കൂടുതൽ ഹങ്കർ കുറഞ്ഞ, ഏറ്റവും കൂടുതൽ വാർ ഒന്നും ഇല്ലാത്ത, ഏറ്റവും കൂടുതൽ ഫൈറ്റ് ക്ലബിൽ പറയുന്ന പോലെ ദിസ് ഇസ് എ സ്പിരിച്വൽ വാർ വി ആർ ലിവിങ് ഇൻ. ഈ സ്പിരിച്വൽ വാറിന്റെ റീപർക്കഷൻസ് ആണ് നമ്മൾ കാണുന്ന ഈ LGBTQ, ഈ മെന്റൽ ഡിസീസസ്, ഈ പ്രശ്നങ്ങളെല്ലാം. ഡോണ്ട് യു അഗ്രി? നമ്മളൊരു വലിയ സ്കെയിലിൽ നോക്കുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷെ നമ്മളൊരു ചെറിയൊരു എന്റെ ലൈഫ് അല്ലെങ്കിൽ നിന്റെ ലൈഫ് ഒരു കമ്മ്യൂണിറ്റി ബേസിൽ തിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെ ശരിയാവാം, അങ്ങനെ തിങ്ക് ചെയ്യാം. അത് ശരിയാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. വി ക്യാൻ മേക്ക് ദ കണക്ഷൻസ്. പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കൊച്ചിലെ പുറകിൽ തോർത്തൊക്കെ കെട്ടി സൂപ്പർമാനാന്ന് പറഞ്ഞുകൊണ്ട് ഓടും. നമ്മൾ സൂപ്പർമാനാ, നമ്മൾ കൈ വെക്കും, പറക്കും, മതിലിന്റെ മണ്ടേന്ന് ചാടും, ഇതൊക്കെ ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി വി ആർ മാനിഫെസ്റ്റഡ് ആസ് സൂപ്പർമാൻ. വീട്ടിൽ വരും, 6 മണിയാകുമ്പോൾ അമ്മ വിളിക്കും, വന്നില്ലെങ്കിൽ 7 മണിക്ക് വടി എടുത്തോണ്ട് വന്ന് 2 അടി കിട്ടുമ്പോൾ തോർത്തും പോവും, സൂപ്പർമാനും പോവും, ഞാൻ പപ്പു പോവും. അപ്പോ ഹ്യൂമൻ മൈൻഡിന് നമുക്ക് ആര് വേണമെങ്കിലും ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം, വി ബിലീവ്. അത്ര ഇമ്മച്വർ ആണ് മൈൻഡ് എങ്കിൽ. പക്ഷെ 2 അടി കിട്ടി അവിടെ ഇടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീരും, സൂപ്പർമാൻ വീട്ടിൽ പോകും. പക്ഷെ അതുപോലെ ഇപ്പോഴത്തെ ആളുകൾ 25-30 വയസ്സുള്ളവർ, ദേ ആർ ടു ഇമ്മച്വർ. അവർക്ക് ലൈഫിൽ പ്രോബ്ലംസ് ഇല്ല. ദേ വാണ്ട് ബിലീവ് ഐ ആം എ ഫ്ലെയിം ത്രോവർ.
there's nobody to beat the shit out of him. Too comfortable. Yeah. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവനെ അടി കൊടുത്തിട്ട് നിനക്ക് പ്രാന്താടാ ഇവിടെ ഇരി, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ 5 പേരിലിരിക്കുവാണ്. സംബഡി ഈസ് ടേണിംഗ് ഔട്ട്, ഏ ബ്രോ ഐ എം ഗേ. നമ്മൾ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വെൽക്കം ടു ദി അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴും നടക്കുന്നത് എന്താ, ഒരു ഇൻഫോസിസിലോ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെങ്കിൽ അവരെന്ത് പറയും, കൺഗ്രാജുലേഷൻസ് നീ സ്പോക്കപ്പ് ചെയ്തല്ലോ. അവനെ പ്രൊവൈഡ് ചെയ്യുക, അവനെ പാമ്പർ ചെയ്യുക, അവന് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക, അവന് കണക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കുക. ഒന്നുമല്ല, ഒരടിയും കൊടുത്തിട്ട് ഒരു വെള്ളമടി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളത് ചെയ്യാതെ വി ആർ ട്രൈ ടു ബി മോർ സോഷ്യൽ ഹ്യൂമൻസ് ആവാൻ നോക്കി സോഷ്യാലിറ്റി എവിടെ നിൽക്കുന്നത് നമുക്ക് അറിയാൻ വയ്യ. 100%. നമുക്ക് മൊറാലിറ്റിയുടെ ലൈൻ എവിടെ വരയ്ക്കണമെന്ന് അറിഞ്ഞൂടാ. പണ്ടത്തെ പോലെ വീട്ടുകാർ പിള്ളേരെ അടിക്കുന്നില്ല. ഇനിയിപ്പോ നമ്മുടെയൊക്കെ ജനറേഷനിലെ മൈരന്മാരുടെ പിള്ളേർ വരുമ്പോ എന്തുമായിരിക്കും, ജനിച്ച് വരുന്നത് പാറ്റൻ ടാങ്ക് ഒക്കെ ആയിട്ടായിരിക്കും. എനിക്ക് മനസ്സിലാവാത്തത് മീൻസ് മിക്കവർക്ക് ഇപ്പൊ ഈ ഒരു സാധനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഇന്നർ കോൺഷ്യസിലും മൊറാലിറ്റിക്കും അറിയാം. അവർക്ക് അറിയാം ദിസ് ഇസ് എ ഫക്കിംഗ് മെന്റൽ ഡിസോർഡർ. അവർക്ക് എല്ലാം മിക്കവർക്കും അറിയാം. പക്ഷെ ആ ഒരു മാർക്കറ്റിംഗ് അവരെങ്ങനെ ഉണ്ട്? ഹൗ ഡിഡ് ദേ കൺവിൻസ് ദാറ്റ് ദിസ് ഇസ് സംതിങ് ടു ബി സപ്പോർട്ടഡ്? ഞാൻ പറയുന്നത് ഫീമെയിൽസ് ആണ് ഫീമെയിൽസ് ആണ് ഈ മാനിപ്പുലേഷൻ. പെണ്ണുങ്ങളുടെ ഈസി, അവർക്ക് പെട്ടെന്ന് സോഷ്യലി അക്സെപ്റ്റബിൾ ആവണം. ഒരു ആണ് ഇമോഷണൽ ബീങ്സ് ബിക്കോസ് ഒരു ആണിന്റെ അടുത്ത് വന്ന് എടാ ഇത് ചെയ്യടാ വേണോ, എനിക്കത് ഇഷ്ടമല്ല പറയും. പക്ഷെ വേറൊരു പെണ്ണിന്റെ അടുത്ത് ഒരു 5 പേര് വന്ന് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. അവൾക്ക് ഒരു സ്വന്തം ഒപ്പീനിയൻ അത്രയും സേഫ് ഗാർഡ് ചെയ്യാനുള്ളൊരു ഇമോഷണൽ കൺട്രോൾ ഇല്ലെന്ന് ഞാൻ പറയാം. ഇമോഷണൽ കൺട്രോൾ അല്ല. അപ്പൊ നമുക്ക് അവരെ ഈ പിടിച്ചിടിക്കുക, കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഡിഫെൻഡ് ചെയ്യുമെന്നല്ല, ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ഇപ്പൊ നമ്മളിപ്പോൾ 5 പേര് ആണുങ്ങളെ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ അതേ പ്രായത്തിലുള്ള 5 പെണ്ണുങ്ങളാണെങ്കിൽ ദർ അറ്റ് ഹോം സ്ലീപ്പിംഗ്. അപ്പോൾ ഒരു 10-20 വയസ്സ് വരെ ഇവർ വീട്ടിൽ പക്ക അടിമകളാണ്. ദേ ആർ നോട്ട് അലൗഡ് ടു ഗോ ഔട്ട്, ദേ ആർ നോട്ട് അലൗഡ് ടു ഹാവ് ഫ്രണ്ട്സ്. ഫോൺ ചെയ്യാൻ പറ്റത്തില്ല, 6 മണിക്ക് ശേഷം കൂട്ടുകാരികളെ പോലും വിളിക്കാൻ പറ്റത്തില്ല. സോ അവർ ഇത്രയും നാള് ഈവൻ ഇഫ് ദേ ആർ ദെയർ പേരൻസ് ദേ നോ ദിസ് ഈസ് സ്ലേവറി. നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, സം ഓഫ് ദം ഫക്കിംഗ് ഹേറ്റ് ദെയർ പേരൻസ്. പക്ഷേ ഒരു 20-22 വയസ്സൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി വെളിയിൽ വന്ന് നമ്മളുടെ കൂടെയാണ് പിന്നെ അവർ ഇടപെടുന്നത്. അപ്പോൾ അവർ കാണുന്നത് ഇവർ ഇത്രയും നാളുകൊണ്ട് അത് ചെയ്യുന്നു, ഇവർ പൊന്മുടി പോകുന്നു, L2 കോൺകർ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. സോ നാച്ചുറലായിട്ട് അവർക്ക് നമ്മളുടെ കൂടെ ചേരാൻ അപകർഷതാബോധങ്ങൾ, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ കോപ്രായങ്ങൾ ഇതൊക്കെ കാണിക്കും. അപ്പോൾ അത് അവരുടെ പാസ്റ്റിൽ നിന്ന് വന്നൊരു എഫക്റ്റാണ്. അല്ലാതെ നാച്ചുറലി എല്ലാ വുമണും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം വുമണിനെക്കാട്ടിയും കോഴഞ്ഞായന്മാരാണുങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇല്ലേ ബ്രോ? അതല്ല ഞാൻ ചോദിച്ചത്, ഓൺ ആവറേജ് LGBTQ സപ്പോർട്ടേഴ്സിനെ എടുത്ത കൂടുതൽ എനിക്ക് തോന്നുന്ന റേഷ്യോയില് വിമണാണ് കൂടുതൽ. കാരണം ഞാൻ കാനഡയിൽ നിൽക്കുമ്പോൾ ലൈക്ക് ഈ ഗേൾസ് പാർട്ടി ഔട്ടിലൊക്കെ കുറെ ഗേ ആയിട്ടുള്ള ആൾക്കാരും അവർ പറയും വി ആർ ഗോയിങ് ഫോർ ഗേൾസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ ഒരു ബോയ്സ് പാർട്ടിയിൽ ഞാൻ അങ്ങനെ ഒരു കണ്ടിട്ടില്ല. ആരും ലൈക്ക് അങ്ങനെ ഒരു ഇൻവിറ്റേഷനോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിപ്പോ 6 പേര് അല്ല വൈസ് വേഴ്സ്, ഒരു വിമണിനെ തന്നെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ വിളിച്ച് കൂടെ കടത്തില്ല. ലൈക്ക് പക്ഷേ ഗേൾസ് പാർട്ടിക്ക് പോകുമ്പോ 10 ഗേൾസ് ഉണ്ടെങ്കിൽ 3 ഗേ കൂടെ കാണും. അവിടെ നിർബന്ധം ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആണുങ്ങളോ പെണ്ണുങ്ങളോ? ആണുങ്ങള് അവിടെ ഞാൻ ഗേ ആണെന്ന് പറഞ്ഞാൽ ഗേൾസ് അക്സെപ്റ്റ് മീ ആസ് എ ഗേൾ. മറ്റേ ഗെയിം കളിക്കുക, മറ്റേ മൈൻഡ് ഗെയിംസ്. ഞാൻ മീറ്റ് ചെയ്ത എല്ലാ വൈറ്റ് വുമനും ഒരു ഗേ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവിടെ ഇപ്പൊ അത് നിർബന്ധമാണ്. സിനിമ ബിക്കോസ് ഈവൻ ബോയ് ഫ്രണ്ട്സ് അവരെ പ്രഷർ ചെയ്യും. നിനക്ക് എന്തായാലും ഫ്രണ്ട് ആണുങ്ങൾ വേണമെങ്കിൽ ഗെറ്റ് എ ഗേ ഫ്രണ്ട്, അറ്റ്ലീസ്റ്റ് ഐ ആം സേഫ്. അതൊക്കെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഒരു ഗേ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ മസ്റ്റാ. ഐ മീൻ വൈറ്റ് കൾച്ചറിൽ ഇന്ത്യൻ ഗേൾസിന് അവിടെ പോയിട്ട് ഗേ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. So all this is happening basically because ഒരു
ഡീപ്പ് സെൻസ് ഓഫ് മൊറാലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ? ഡീപ്പ് സെൻസ് ഓഫ് മൊറാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അറ്റ് ദ ലോവസ്റ്റ് ലെവൽ യെസ്. പിന്നെ ഇത് മുകളിലോട്ട് പോകുന്തോറും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഭൂമി ഭരിക്കുന്ന എലൈറ്റ്സ് ദേ വാണ്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗോൺ. അതൊരു ഫാക്റ്റാണ്. ഇത് കാണുന്ന ചിലവർക്ക് ഇതിൻ്റെ പുറകിൽ 1-2 വർഷം പോയി അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന ഫാക്റ്റാണ്. ഞാൻ കുറച്ച് നാൾ ഇതിൻ്റെ പുറകിലായിരുന്നു. ദേ വാണ്ട് ദ പോപ്പുലേഷൻ ഹാഫ് പോലും അല്ല, ദേ വാണ്ട് ഇപ്പം 8 ബില്യൺ എന്തുകൊണ്ട് ദേ വാണ്ട് ഇറ്റ് ടു ബി അറൗണ്ട് 20 മില്യൺ. അത്രയും കുറയ്ക്കണം. ഈ കോവിഡ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റെറിലൈസേഷൻ ഷോട്ടുകളായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് അത് ഫേക്കല്ല, നമുക്ക് കാണാം. കാനഡയിലും അവിടെയൊക്കെ നീ കണ്ടിട്ടില്ലേ പ്രൊട്ടസ്റ്റ്, സ്റ്റെറിലൈസേഷൻ ഷോട്ടായിരുന്നു കോവിഡ് ഷോട്ട് എന്ന് പറഞ്ഞ് ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യും. എവ്രിവെയർ പോലീസ് പിടിച്ചിട്ട് പോകും. ദേ ആർ നോട്ട് അലൗഡ് ടു സ്പീക്ക്, ദേ ആർ നോട്ട് അലൗഡ് ടു ക്രിട്ടിസൈസ്. ഈവൻ യൂട്യൂബ് ചാനലാണെങ്കിലും ദ ചാനൽ വിൽ ബി ക്ലോസ്ഡ്, ഈവൻ യൂട്യൂബ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി ഇതിനെപ്പറ്റി പറഞ്ഞ ഡോക്ടർമാർ. ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ 4-5 ഡോക്ടേഴ്സ്, ദേ ആർ ഓൾ ഡെഡ്. ഐ എം നോട്ട് സേയിങ് സംബഡി കിൽ ദം, ബട്ട് ഐ ഡോണ്ട് നോ. This mic's about to blow up. അപ്പോ ഇതുപോലെ എലൈറ്റ്സ് ഇറക്കുന്ന ഒത്തിരി പരിപാടികളിൽ അവർക്ക് ഹിറ്റായ ഒരു സാധനമാണ് LGBTQ. യു നോ വാട്ട്സ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് LGBTQ? ആണുങ്ങളും ആണുങ്ങളും, പെണ്ണുങ്ങളും പെണ്ണുങ്ങളും. ദർ ഇസ് നോ കിഡ്, ദർ ഇസ് നോ പോപ്പുലേഷൻ. മറ്റേ ഒരാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. 2 ഐലൻഡ് എടുക്കുക, ഇത് ഞാൻ റീൽസിൽ കണ്ട, ബട്ട് ഇറ്റ് ക്ലിക്ക്. 2 ഐലൻഡ് എടുക്കുക, ഒരു ഐലൻഡിൽ 50 ആണുങ്ങളെയും 50 പെണ്ണുങ്ങളെയും ഇടുക, മറ്റേ ഐലൻഡിൽ 50 LGBTQ ഇടുക. ഗോ ആഫ്റ്റർ 20 years, ദിസ് വിൽ ബി എ പാരഡൈസ്. കുഞ്ഞുങ്ങൾ, വീട്, സ്കൂള്, കാര്യങ്ങൾ. ആൻഡ് ഇത് ഇപ്പുറത്തെ സൈഡിൽ 100 ആണുങ്ങളുടെ ഡെഡ് ബോഡി ശവങ്ങൾ കാണാം. ബിക്കോസ് ദേ കനോട്ട് പ്രൊക്രിയേറ്റ്. ദേ ബിലീവ് ദർ നാച്ചുറൽ മേറ്റ് ഈസ് ദ സെയിം സെക്സ്. That is fundamentally wrong, because human DNA-യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊക്രിയേഷൻ ആൻഡ് സർവൈവബിലിറ്റി, ഒരാണും ഒരു പെണ്ണും ഉണ്ടായാൽ മാത്രമേ ആ സൊസൈറ്റി മുന്നോട്ട് പോകും. മറ്റേ ഐലൻഡ് നശിച്ചു. ഹ്യൂമാനിറ്റി കെയിം ടു ആൻ എൻഡ് ഇൻ ദാറ്റ് ഐലൻഡ്. വാട്ട് ഇഫ് എർത്തിനെ നമ്മൾ ആ ഒരു ഐലൻഡ് ആക്കി നോക്കിയാലോ? വാട്ട് ഇഫ് എവ്രിബഡി ഇൻ എർത്ത് ബിക്കംസ് LGBTQ? എർത്ത് വിൽ സീസ് ടു എക്സിസ്റ്റ്. Bro, can someone be biologically gay? I don't believe, yeah. No. ഒരാൾക്കും, because പണ്ട് തൊട്ടേ ഈ ഫിനോമിന ഉണ്ടായിട്ടുണ്ട്. ബയോളജിക്കലി ഗേ ആണെന്ന് തോന്നില്ല. ഐ ക്യാൻ ബിലീവ് ഐ എം ഗേ ആൻഡ് ഗോ ഫക്ക് സമ്മൺ. അത്രേ ഉള്ളൂ. ഞാനത് വിശ്വസിച്ചാൽ ഞാനതാവും. പക്ഷെ ഞാനത് വിശ്വസിക്കാൻ പാടില്ല. കാരണം ബേസിക് ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് മേറ്റിംഗ് ഏറ്റവും വലിയ പാർട്ടാണ്. ഞാനും എൻ്റെ ഇണയും മേറ്റ് ചെയ്താലേ ലോകം മുന്നോട്ട് പോകും, എന്നാലേ ലൈഫ് മുന്നോട്ട് പോകും. ലൈഫ് മുന്നോട്ട് പോവാത്ത ഏതൊരു പ്രാക്ടീസും ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, റൈറ്റ്? സോ ഇൻ ദാറ്റ് സെൻസ് LGBTQ ഹ്യൂമാനിറ്റിക്ക് എതിരാന്ന് തന്നെ പറയാം. അതിന് ഞാനൊരു പോയിന്റ് ഇതും ഒരു ആർട്ടിക്കിളോ എന്തോ വായിച്ചയാ. ഈ LGBTQ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടിങ് ഫണ്ടിങ് നോക്കിയാൽ അവർ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്ന പോൺ സൈറ്റ്സിൽ പോൺ വീഡിയോയ്ക്ക് കിട്ടിയ ആണ്. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഈ ലിറ്ററലി വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഈ വലിയ വലിയ ബ്രാൻഡ്സൊക്കെ ഈ LGBTQ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഫണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചോ, അതിനകത്തൊക്കെ സപ്പോർട്ട് ആ ഫണ്ടിൻ്റെ ഔട്ട്ഫ്ലോ പോയെന്ന് നോക്കിയാൽ വലിയ പോൺ ഇൻഡസ്ട്രീസ് മീഡിയസിലേക്കാണ്. അത് മറ്റേ LGBTQ ഗേ ലെസ്ബിയൻ വീഡിയോസ് അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്നത്. അതുണ്ട്, അത് എല്ലായിടത്തും ഉണ്ട്. പോൺ ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ടുണ്ട്. കൂടുതൽ ക്രാക്കറ്റ്സിനെ അട്രാക്ട് ചെയ്യാം. ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മൈറ്റ് ബി ഹാവിങ് എന്താ ഫിസിക്കൽ പാർട്സ് ഫ്രം ദി അതർ ജെൻഡർ. മൈ തോട്ട് ഇസ് ഇവൻ ചോദിച്ചാൽ നീ മനസ്സിലായി ലോ ടെസ്റ്റോസ്റ്ററോൺ മെൻ ആണോ നീ ഉദ്ദേശിച്ചത്? ഭയങ്കര ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഭയങ്കരമായിട്ട്. That's not transgender. Transgender is basically just if you're a guy, you don't have a dick, you just have the other dick. Yeah, that is transgender. But in the West, it's messed up right now. The concept. Yeah. They can
You're a Against guy, which- like you are you right now. You just say I'm a girl. You can say you're transgender in America. Yeah. That's fake, basically. So I thought it was just chicks with dicks. That's the actual thing. That's the actual thing. Or guys അവര് without dicks. വാക്കിന്റെ അർത്ഥം വരെ മാറ്റി. They changed the meaning of the word. സോ you can do ഇങ്ങനത്തെ whatever you want. ട്രാൻസ്ജെൻഡേഴ്സിന്റെ എന്തോ ഹിന്ദു Because ഇപ്പൊ അവര് പറയുന്നത് if you are a male you can be a female. See? That's how the flamethrower and Yeah, apple and all yeah. the things മനസ്സിലായോ? നീ ആണാണോ എന്നാലും നീ പെണ്ണാവാം. നീ പെണ്ണാണോ? ഇപ്പൊ പുതിയ വാക്കുകൾ സിസ് മെയിൽ. some bullshit. User, I don't know. Yeah, Who സിസ് knows? മെയിലും സിസ് ഫീമെയിലും ഒക്കെ ഉണ്ട്. CIS. This is Swiss ഇല്ല. കണ്ടിട്ടില്ല. സിസ് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജെൻഡർ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ മെയിലാന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും ഓക്കെ അറിയോ മെയിൽ വിത്ത് സിസ് മെയിൽ ആണോ അതോ മെയിൽ ആണോ അതോ ട്രാൻസ് മെയിൽ ആണോ? കാരണം ഇപ്പൊ ഞാൻ സ്ട്രൈറ്റ് ആണ്, എനിക്കിത് ഇഷ്ടമല്ല. ഇഫ് സംബഡി ആസ്ക് മീ വാട്ട് ആർ യു, ഐ ആം സേയിങ് എ മെയിൽ. അപ്പൊ അവിടെ വരെ നമ്മളെ ഈ സ്പെക്ട്രത്തിലോട്ട് പിടിച്ചിടാൻ വേണ്ടി ഇവരുടെ അറ്റാക്കാണ്. മെയിൽ തന്നെ 4-5 എണ്ണം ഉണ്ടാക്കി. വാട്ട് ആർ യു ഇൻ ദാറ്റ്? സോ വി ആർ ഓട്ടോമാറ്റിക്കലി ഗെറ്റിംഗ് സക്ട് ഇൻ ടു ദ അംബ്രല്ല. നമ്മളും മനസ്സിലായോ? അതാണ് അവരുടെ ബ്രെയിൻ. Even if you are a hardcore male and you hate all the other bullshit, you should identify which male are you in the 5, which is in the umbrella. Cis male, trans male, C male, P male. ജെൻഡർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബ്രോ ദേഷ്യം വന്ന ആളാവും, ദേഷ്യം വന്ന ആളാവും, ദേഷ്യം പോയ പെണ്ണ്. എക്സ്പീരിയൻസ് You know what I do some people? Monday I'm straight. Yeah. Yeah. Thursday don't talk to me. Friday I'm everything. Friday night. After that transform. Man. ആര് വിളിക്കുന്നോ അവരോട് പോകും. Format chip. അപ്പൊ അത്രയും വലിയൊരു ഇൻസാനിറ്റിയിൽ വന്ന് നിൽക്കുക. ബ്രോ മഹാഭാരതത്തിൽ പക്ഷേ ഇതിന്റെയൊക്കെ റെഫറൻസ് ഇല്ലേ? എന്തോ ട്രാൻസ്ജെൻഡർ. അത് ട്രാൻസ്ജെൻഡർ ആയിട്ടും ഉണ്ട്. അത് നമ്മുടെ ഹിന്ദുയിസത്തില് ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ പണ്ട് തൊട്ട് ആരാധിക്കും. അതെ, ഞാൻ ഹിജറാസിനെ they are considered as god എന്നോ അങ്ങനെ എന്തോ സംഭവം. they are considered as god എന്ന് വെച്ചാൽ ഇവരുടെ DNA-ല് എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ദൈവം ശിവൻ എന്ന് പറയുന്നൊരു ആളാന്നാ പറയുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഹീസ് എ മാൻ ഓർ ഹീസ് എ മാനിഫെസ്റ്റഡ് ഐഡിയ. പക്ഷേ ഹീ ഈസ് കൺസിഡേർഡ് ടു ബി, അവനെ പുള്ളിയെ വിളിക്കുന്ന അർദ്ധനാരി എന്നാണ്. അർദ്ധനാരി എന്ന് പറഞ്ഞാൽ പകുതി പകുതി. ഹീസ് ഹാഫ് മെയിൽ ആൻഡ് ഹാഫ് ഫീമെയിൽ ഇൻ ഹിസ് സുപ്രീം പവർ. അപ്പോൾ ഇയാൾക്ക് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹീസ് ഹാവിങ് സം അതർ DNA പ്രോപ്പർട്ടീസ്. ഇയാൾക്ക് മെയിൽ പ്രോപ്പർട്ടീസ് എടുക്കാം, ഇയാൾക്ക് അഡാപ്റ്റ് ചെയ്ത് ഫീമെയിൽ പ്രോപ്പർട്ടീസ് എടുക്കാം, ഫെമിനിൻ ക്യാരക്ടേഴ്സ് എടുക്കാം, മെയിൽ ക്യാരക്ടേഴ്സ് എടുക്കാം. ഹീ ഈസ് ഫ്ലെക്സിബിൾ. ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അംബ്രല്ല ഫ്ലൂയിഡാന്ന് പറയാം. അപ്പോൾ അതുപോലെ 100-200 അല്ലെങ്കിൽ 10,000 വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ജനിക്കുമ്പോൾ ഇഫ് ദേ ആർ ട്രാൻസ്ജെൻഡേഴ്സ്, ഐ മീൻ എ ഗേൾ വിത്ത് എ ഡിക്ക് ഓർ ബോയ് വിത്ത് ദി ബൂബ്സ്, അതാണെങ്കിൽ ദേ കൺസിഡർഡ് ഹീ ഈസ് എ ഡിസ്റ്റന്റ് DNA ഡിസെൻഡന്റ് ഓഫ് സംതിങ് ലൈക്ക് എ ഗോഡ് എന്ന് പറയുന്ന പുരാണത്തിൽ നിന്ന് വന്ന ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അത് ഓരോ സ്റ്റേറ്റ് മാറുമ്പോഴും ഓരോ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചില സ്റ്റേറ്റ്സിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പീപ്പിള് ലൈക്ക് നമ്മളെ കേഴ്സ് ചെയ്ത എന്തോ ഇതുണ്ടെന്ന് അവർക്ക് ദൈവികമായ പവർ ഉണ്ട്. ബിക്കോസ് ഹി ഈസ് ഹാവിങ് ദ DNA ഓഫ് എ ഗോഡ്. ഫസ്റ്റ് തിങ് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നു പോലും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഇവര് വന്ന് പൈസ ചോദിക്കും. പൈസ ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ അവര് കേഴ്സ് ചെയ്യും നമ്മൾ. അപ്പോഴേ കേഴ്സ് ചെയ്താല് അത് നമ്മള് ശപിക്കപ്പെടുകയും ചെയ്ത് നമുക്ക് ജോലിയും പോയി 2 ആഴ്ച കഴിയുമ്പോ. I don't believe in a god, but I do believe in creators. ആ ടോപ്പിക്കിലേക്ക് നമുക്ക് പോയി. എനിക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പേഴ്സണൽ എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ ഇരുന്ന് മറ്റേ സൈഡിൽ നിന്ന് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വൈബ് ചെയ്ത് പോവുകയായിരുന്നു മറ്റേ ആ സൈഡ് സ്റ്റാൻഡില്. അപ്പൊ നൈസായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ കാര്യം വന്നു. വന്നിട്ട് വാടാ ടോയ്ലറ്റ് പോടാ, ടോയ്ലറ്റ് പറഞ്ഞു ചേച്ചി പോയിട്ട് Show your shirt. ഫ്രീയാ കൊടുക്കണ്ടാ. എങ്ങനെയാണോ ചോദിക്കാൻ? ഇപ്പൊ ആണ് വന്നൊരു പെണ്ണിന്റെ അടുത്ത് ഇതേ സംഭവം ചോദിച്ചെന്ന് വെച്ചോ, Right hook. അല്ല ഇതാണ് വന്നത്
വെച്ചാൽ സെക്ഷൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്. വേറെ സംഭവമുണ്ട്. ഫോർ എക്സാമ്പിൾ, അവരെ സൊസൈറ്റിയിൽ ഔട്ട് കാസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അല്ല, ഇറ്റ്സ് എ ഫാക്ട്. നിന്റെ കടയിൽ പുള്ളിക്കാരി ജോലിക്ക് നിർത്തും, എന്റെ കടയിൽ നിർത്തത്തില്ല. എന്റെ കടയിൽ ഒരു കസ്റ്റമറിന് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി ഞാൻ എന്താന്ന് വെച്ചാ ഇവര് they don't have an option. ആയിപ്പോണ്ട് സൊസൈറ്റി അവരെ ഭയങ്കര some people in this community made a like bad അതാണ്. I mean, so what right does it give them to catch my dick? അത്ര എന്നെ പിടിച്ചിട്ടുണ്ട്, എനിക്ക് എന്നെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ട്രാൻസ്ജെൻഡേഴ്സ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. എടാ someone else ട്രാൻസ്ജെൻഡർ ആണോ ഗേ ആണോ ട്രാൻസ്ജെൻഡേഴ്സ് ഈ ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോ എനിക്ക് പേടിയാണ്ടാ. എനിക്ക് നടക്കാൻ പേടി. ഇനി അവിടെ നിന്ന് പിടിക്കും, ഇവിടെ നിന്ന് പിടിക്കും, തൊട്ടിട്ട് പോകും. അല്ല, നീ റിയൽ ആയിട്ട് നീ ആലോചിച്ച് നോക്കൂ, ഒരു ആണാണ് പെണ്ണിന്റെ അടുത്ത് ഇത് ചെയ്യുന്നതില് വെർബൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, മറ്റേ അബ്യൂസ്, അടിച്ച് കേസുകൾ. പക്ഷെ ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് ചെയ്തിട്ട് പോയാൽ നമ്മള് അത് സൊസൈറ്റി ലെവലിൽ അക്സെപ്റ്റ് ചെയ്യുക, അത് അക്സെപ്റ്റബിൾ ആണ്. I stand with Deepak, right hook. Best advice. Just say you identify as woman. If you can't beat them, join them. അത് മോറലി ഒന്നാമത്തെ കാര്യം, they are thrown out from the society. They have nothing else to do. ഇപ്പം നീ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ ആൾക്കാർ ഇത് പിന്നെയും കാണും. പണ്ടത്തെ ഒരു കുറെ കളവന്മാരിൽ ചിലപ്പോൾ ഓട്സ് ആർ ഫോർ ദം. ഇങ്ങനെ അഭിലാസേ വാങ്ങടാ ജീന്തമാക്കി എന്ന് പറഞ്ഞാൽ 5-ൽ 3 പേര് പോവായിരിക്കും. അതാണ് അവരെ നമ്മുടെയൊക്കെ ഫോർഫാദർ, നമ്മുടെയൊക്കെ അപ്പന്റെ ജനറേഷന് അതിന് മുമ്പുള്ള ജനറേഷൻസും ഇവരെ ആകെ യൂസ് ചെയ്തത് ഇതിനു വേണ്ടിയാണ്. അപ്പം ഇവര് കുഞ്ഞുങ്ങളുണ്ടാവുന്നു, അല്ലെങ്കിൽ ഇവർ വരുന്നത് 10-5 വയസ്സ് കഴിയുമ്പോഴേ ഹിജറകൾ ഇപ്പം കർണാടകയിലായാലും ബാംഗ്ലൂർ അവിടെ എല്ലാം നമ്മുടെ കുടുംബത്ത് ഇതുപോലൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ 5-6 വയസ്സ്, 5-6 അല്ല 2-3 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് കൈമാറും കുഞ്ഞിനെ. ഇവരുടെ സൊസൈറ്റിക്ക് ഇവർ കുഞ്ഞിനെ വളർത്തുന്നത്, കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത്, കുഞ്ഞിനെ ഈ തൊഴിലിലോട്ട് എടുക്കുന്നത്. മിനിമം 7 വയസ്സ് കഴിഞ്ഞാലേ അവർക്ക് അറിയാനേ പറ്റൂ. ഏതാ അല്ല, അവർക്ക് ആദ്യമേ അറിയാൻ പറ്റും. പിന്നെ അപ്പൊ കുഞ്ഞിന് ഓർമ്മ വെക്കുന്നതിന് മുന്നേ ഇവരെ ഹിജറകൾ ഒന്ന് എടുത്തുകൊണ്ട് പോവാം. എന്നാൽ ഹിജറ ഹാസ് ബീൻ ഹറാസ്ഡ് ഫോർ ഏജസ്. സത്യം. കഴിഞ്ഞ 1000-300 അല്ലെങ്കിൽ 1000 നമുക്ക് അറിഞ്ഞൂടെ ഹിസ്റ്ററി. ഇവരുണ്ടായ സമയം മുതൽ ഇവരെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി ഇതാ. അപ്പൊ അവർക്ക് നോക്കുമ്പോൾ അവരുടെ ഒരു കുഞ്ഞിന് ഏതാണ്ട് ഈ കുഞ്ഞിന് ശപിക്കപ്പെട്ടു, ഇതിനും ജോലിയൊന്നും കിട്ടത്തില്ല. ലെറ്റ്സ് ടീച്ച് ഹിം വാട്ട് വി നോ. അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും കഴിക്കട്ടെ. How can we better the situation? How can we better the situation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we live in a very bad world right now. This is one of the problems we have. നീ കടയിൽ സ്റ്റാഫിനെ നിർത്തി. ഞാൻ റിയൽ ലൈഫിൽ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ കമ്പനിയിൽ നമ്മുടെ ഓറയിൽ ഭയങ്കരമായിട്ട് വലുതായി സെറ്റായി, നമ്മുടെ മാർക്കറ്റിങ്ങിൽ ഒരു ലീഡായിട്ട് എടുക്കുക. അപ്പോൾ മാർക്കറ്റിൽ കോൾഡ് അപ്രോച്ചൊക്കെ ചെയ്ത് റിയൽ ലൈഫിൽ മീറ്റ് ചെയ്യുമ്പം നമ്മുടെ വ്യൂ പോയിന്റ് ആയിരിക്കത്തില്ല എല്ലാവർക്കും. ആൻഡ് ദി കസ്റ്റമർ ഇസ് പിസ്ഡ് ഓർ സ്കേർഡ് ഓഫ്. വുഡ് യു റിറ്റെയിൻ ഹെർ ഓർ വുഡ് യു ചേഞ്ച് ഹെർ? You would probably change it. Exactly. And where does she go back? She go back to her roots. അവർക്ക് പ്രത്യേക ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കണമല്ലോ. വെസ്റ്റേൺ ഓഫീസസ് ആണെങ്കിൽ ഉണ്ട്. എടാ, this is a problem which has not been addressed for hundreds of years. നാളെ ഇരുന്ന് 300 കോടി അല്ലെങ്കിൽ 500 കോടി ഗവൺമെന്റ് നടത്തിയ തീരുന്നതല്ല. This will be a 100-year project. But still, they fuck the money. Is there any idea ഈ ഒരു പ്രോബ്ലം സോൾവ്? 100%. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന് കണക്ക് 1-2 വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് ആർ ദേ? ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു? സ്റ്റഡി നടത്തണം. ഇവര് ഇങ്ങനെ ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇവരാണോ ശരി, നമ്മളൊക്കെയാണോ തെറ്റ്? വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഹ്യൂമൻസ്. ഇനി അവരാണോ ശരിക്കും? ബിക്കോസ് വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ദേ സൂപ്പർ ഹ്യൂമൻസ്. ദേ ഹാവ് 2 genders. ദേ ക്യാൻ ഫക്ക് ആൻഡ് ബി ഫക്ഡ്. യാ, അപ്പൊ അവർക്ക് അതൊരു സൂപ്പർ പവർ ആണ്. അയ്യോ, അല്ല, നമ്മള് ഫിലോസഫി പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ചിലപ്പം അവരൊരു മൈനോറിറ്റി ആയതുകൊണ്ടാവാം നമ്മൾ അവരെ ഔട്ട്കാസ്റ്റ് ആക്കുന്നത്. വാട്ട് ഇഫ് ദേ ആർ ദ റിയൽ ഡീൽ? വാട്ട് ഇഫ് വി ആർ ദി impurities? പറഞ്ഞതാ. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ പഠിച്ച് ഒരു 10-30 വർഷത്തെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇവരെ സൊസൈറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരണം.
this is not something we can discuss in a podcast and solve it. This is a very big project. That's the thing. We don't know what is the cause of that, അല്ലേ? But still LGBTQ is not healthy. LGBT ആട്രിബ്യൂട്ട് പറയുന്നത് തന്നെ പറയാനുള്ളൂ. മെന്റൽ ഡിസോർഡർ. LGBT ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഈ നിന്റെ കണക്കിരിക്കുന്ന ഒരുത്തൻ ഫ്ലെയിം ത്രോവർ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്നും കൂടെ ഇവിടെ ഇരിക്കും. കേറില്ല, ബ്ലോക്ക് ചെയ്യും. നിന്നെ ബ്ലോക്ക് ചെയ്യും. There is no other thing going on. നാളെ ഇവൻ പാവാട ഇട്ടോണ്ട് വന്ന Simple. LGBTQ was like fine in the 90s, I think, like in America, 90s, because they would be like normal people. They don't like force people or like act differently. Now it's different. പണ്ട് അവര് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടില് LGBT ഇത്രയും വളരാൻ കാരണം നീ ഇപ്പൊ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പൊ ഞാനൊരു ബാറിൽ പോയി വെള്ളം അടിക്കാൻ ഇറ്റ്സ് ഓക്കെ, ബട്ട് എന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണിന് പോവാൻ ഓക്കെ ആണോ? ഇച്ചി ബാഡാ. അപ്പോൾ ഇത് വലിയൊരു സൊസൈറ്റി ആയിട്ട് 90s 80s ആളുകളൊക്കെ അടിപൊളി കിടിലങ്ങളാ. ഇവരാണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരുടെ തീരുമാനം എടുത്തു, ലെറ്റ്സ് ഡു വൺ തിങ്, ലെറ്റ്സ് നോട്ട് കാറ്റഗറൈസ് സമ്മൺ ഇൻ ജെൻഡർ. നിനക്ക് എടി നിനക്ക് ബാറിൽ പോകണമെങ്കിൽ നീ ബാറിൽ പോ, നോബഡി ഈസ് ഗോണ ആസ്ക് യു എനിത്തിങ്. ഇവിടെ ആണും ഇല്ല പെണ്ണും ഇല്ല, ബാറിൽ പോകണമെങ്കിൽ പൊക്കോ, നിനക്ക് കൊക്കേൻ അടിക്കണമെങ്കിൽ അടിച്ചോ, യു വാണ്ട് ഡു സംതിങ് സ്റ്റുപ്പിഡ്, ഡു സ്റ്റുപ്പിഡ് തിങ്സ്. അവിടെ ജെൻഡർ വെച്ച് നോക്കണ്ട എന്ന് പറഞ്ഞൊരു ജെൻഡർ ഫ്ലൂയിഡിറ്റി കൊണ്ടുവന്നു. ബിക്കോസ് അത് അന്നത്തെ കാലത്ത് ആവശ്യമുള്ള കാര്യമായിരുന്നു. പക്ഷേ 20 വർഷം കഴിഞ്ഞ് നമ്മുടെ പൂക്കികൾ വന്നതിന് ശേഷം ഇതിൻ്റെ അർത്ഥവും മാറ്റി, ഇതിൻ്റെ കാര്യങ്ങളും മാറ്റി, പിന്നെ എലൈറ്റ്സും കാര്യങ്ങളും ഗവൺമെൻറ്റും എല്ലാം ഇതിനെ മുതലെടുക്കാൻ തുടങ്ങി. കാരണം ഇവരുടെ അജണ്ടകളൊക്കെ നോക്കണ്ടേ. അല്ല വൈ ഡു ദേ ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ബഡ്ജറ്റിൽ വായിച്ച വാർത്തയാണ്, 5.5 crores നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നിങ്ങളെല്ലാം ജയിപ്പിച്ചു വന്ന് ഇരട്ടച്ചങ്കനുണ്ടല്ലോ അയാൾ 5.5 കോടി രൂപ മഴവിൽ ക്ഷേമത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നു. എല്ലാം കേരള സർക്കാർ. കേരള സർക്കാർ നിങ്ങളൊന്ന് വാർത്ത അറിഞ്ഞാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേട്ടോ. ഞാൻ മാനിയത്ത് പോയടാ ഒരു ദിവസം മറ്റേ ഇങ്ങനെ മൈൻഡ് സെറ്റ് ഒക്കെ ഇന്ന് 3 chicks ഇൻസ്റ്റാഗ്രാം കിട്ടണം മാനുവത്തി വന്ന് അവിടെ നിന്നപ്പോ പ്രതിഷേധം അത് ഇത്. ഈ പ്രതിഷേധത്തിനെല്ലാം ഫണ്ട് വിടുന്ന വരുന്നത് ഇറ്റ്സ് കമ്മിങ് ഫ്രം യുവർ കേരള സർക്കാർ. നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന പിണറായി വിജയന്റെയും സർക്കാരിൽ നിന്നാണ് ഇവർക്ക് ഫണ്ട് വരുന്നത്. നമ്മുടെ ബേസിക് ആയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ വെട്ടുമായിരിക്കും. SFI വർക്ക് ചെയ്തില്ലേ? SFI ഉണ്ടായിരുന്നല്ലോ കുറച്ചാണ്. SFI ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കീമാണ്. ഇപ്പൊ SFI ആണ് ഇവരെ പിടിച്ചോണ്ട് നടക്കുന്നത്. അതെ, എലക്ഷൻ ഒക്കെ മഹാരാജാസ് കോളേജ് SFI എന്തുവായി SFI ഈസ് ലൈക്ക് എനിക്ക് പറയണമെന്ന് വിഷമമുണ്ട്. ഞാനും ഇതിന്റെ കുറെ കൊടിയൊക്കെ പിടിച്ച് കുറെ നടന്നതാ SFIയുടെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എന്നെ അച്ഛനൊക്കെ വിളിക്കുമായിരുന്നു. അച്ഛനും പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു, പുള്ളി CPI-കാരനായിരുന്നു. എന്ന് പറയുന്നത് നീക്ക് അന്തം കമ്മികളാന്ന് പറയും. അന്തം കമ്മിയോ എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പിന്നെ SFI നിന്ന് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പം അതിനകത്തുള്ള ഒരു 50% പേര് വെറുത്ത് മാറും. അപ്പൊ നമുക്ക് മനസ്സിലാവും അവര് കളിയാക്കി 10-30 വർഷമായിട്ട് ഈ അന്തം കമ്പി എന്നുള്ള പേര് വരുക. എന്താ പറയാ, അന്തമായിട്ടുള്ള കമ്പി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേഴ്സണാലിറ്റിയോ ബിലീവ്സോ ഇല്ല. എൻ്റെ നാട്ടിലെ ചേട്ടൻ അല്ലെ എൻ്റെ നാട്ടിലെ അണ്ണൻ SFIയുടെ നേതാവ് എന്ത് പറയുന്നു അതാണ് എനിക്ക് സത്യം. എടാ നീ ആലോചിച്ച് അടുത്ത മിനിറ്റ് തൊട്ട് ഞാൻ അതിനു വേണ്ടി പ്രതിഷേധിക്കുന്നു. എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാ. They can't oppose. They won't. അവരെ ബ്രെയിനിൽ മറ്റേ കൊത്തി വെക്കുമല്ലോ അവര്. എടാ എല്ലാ പൊളിറ്റിക്കൽ ഐഡിയ ഇപ്പൊ നാളെ എനിക്ക് ഉറപ്പാ നാളെ കമ്മ്യൂണിസ്റ്റ് പുതിയ നിയമം ഇട്ട് കേരളത്തിലെ 50% പോപ്പുലേഷനെ കൊല്ലണമെന്ന്. അന്തം കമ്മികള് കണ്ടു അതിനെ സപ്പോർട്ട് ചെയ്ത്. അന്തം കമ്മികൾ അതിന് ന്യായീകരണം കണ്ടുപിടിക്കാൻ സത്യവാക്യങ്ങളായി നമ്മളെ വിശ്വസിച്ചു. ശരിയാണല്ലോ. എടാ പീപ്പിൾ they make people blind. They make people blind. അവരെ ബ്രെയിൻ വാഷ് ചെയ്യും. ഐ ഹാവ് ദ കറേജ് ടു സേ ദാറ്റ്. കാരണം ഞാൻ 2 കൊല്ലം ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ യൂണിറ്റ് മെമ്പർ ആയിരുന്നു. ആൻഡ് ഐ ഹേറ്റ് ദാറ്റ് ഷിറ്റ്. ഞാനും കോളേജിൽ ഇതിനു വേണ്ടി കിടന്നതാണ്. ഇപ്പോ കമ്മ്യൂണിസത്തിനൊന്നും വോട്ട് ചെയ്തില്ല, ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല, ഒന്നിനും വോട്ട് ചെയ്യത്തില്ല. ഞാനിപ്പോ പാർട്ടിയും പരിപാടിയൊന്നുമില്ല. ഹൂ ഇസ് ഡൂയിങ് ബെറ്റർ അയാൾക്ക് വോട്ട് കൊടുക്കും. ഞാൻ ഇതുവരെ വോട്ടർ സൈഡ് പോലും എടുത്തിട്ടില്ല. എനിക്കിതിൽ വിശ്വാസമൊന്നുമില്ല. ബിക്കോസ് വെറും സ്കാമാണിത്.
നമുക്ക് ഇതിനകത്ത് എന്ത് നടക്കുന്നതെന്ന് പറഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ജയിപ്പിച്ചു വിട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് 50% കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇയാളെ മന്ത്രിയാക്കുക അച്യുതാനന്ദനാവും എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വട്ടം പുള്ളി ജയിച്ചത്. ഹൂ ഇസ് കൺട്രോളിങ് ദിസ്? പിണറായി വിജയനെ ആവണമെന്ന് ആർക്കുമില്ല. ബട്ട് ഹി ബിക്കെയിം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ്. ഹൗ ഡസ് ദിസ് വർക്ക് ആസ് എ ഡെമോക്രസി? ബ്രോ അതാണ് എനിക്ക് ചോദിക്കുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. പ്രൗഡ്ലി നോട്ട് കമ്മ്യൂണിസ്റ്റ് എനിമോർ. Need to hate communism. എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിസം എന്ന കോൺസെപ്റ്റ് ഒരു ഡെമോക്രസിയിൽ ഫിറ്റിനാവുന്നത്? ബിക്കോസ് കമ്മ്യൂണിസം എപ്പോഴും സെൻട്രലൈസ്ഡ് പവർ, എപ്പോഴും ഒറ്റ ആളുടെ പവർ. അതെങ്ങനെ ഡെമോക്രസിയിൽ ഫിറ്റ്? അത്രയും ഫക്ഡപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഐ മീൻ വി ഹാവ് ഡെമോക്രാറ്റിക് പാർട്ടീസ്. I'm stressing democratic parties and one of the parties is communism. മനസ്സിലായോ? അത്രയും ഫക്ഡപ്പ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ ഈസ് എനിബഡി ട്രൈങ് ടു തിങ്ക് അബൌട്ട് ഓൾ ദിസ്? നോ, എവരിബഡി ഈസ് ബിസി വിത്ത് EMIs and 9 to 5. എനിക്ക് ഉറപ്പാ ഞങ്ങളിപ്പോ കണ്ട് ട്രിഗർ ആയിട്ടിരിക്കുന്ന ഒരു കമ്മി കേട്ടോണ്ടിരിക്കുക. ബ്രോ വി ആർ നോട്ട് ഒപ്പോസിങ് യു. അയ്യോ ബ്രോ, നിങ്ങളെ കാട്ടി മുന്നേ കൂടി വിളിച്ചു. അതെ, പക്ഷെ നീ ഒന്ന് ചിന്തിക്ക്. സത്യം ഒന്ന് ജസ്റ്റ് തിങ്ക്. ബ്രെയിൻ ഫ്രീസ് ചെയ്തൊന്ന് മരവിപ്പിക്കാതെ ചിന്തിച്ച. അല്ല, അതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലടാ. അത് നമ്മളോട് ഇപ്പം നമ്മൾ കോളേജിലൊക്കെ മറ്റേ ചെങ്കുടിയൊക്കെ കണ്ട് മെക്സിക്കൻ അപാരതയൊക്കെ കണ്ട് നീ കേരളത്തിലെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്. മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമ യഥാർത്ഥത്തിൽ സിനിമയാണ് ഇവിടുത്തെ പിള്ളേരെ രാഷ്ട്രീയത്തിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്. ബിക്കോസ് political parties are fighting to create more political films because they don't have any other way to suck in students. 15 വയസ്സാവുന്നതിന് മുന്നേ പിടിച്ചകത്തിടണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ മതങ്ങളും ടീച്ച് ദം മതങ്ങള് ഇപ്പം 25 വയസ്സ് വരെ മതമില്ലാതെ ജീവിച്ചിട്ട് ഒരു ദിവസം വന്ന് പറയാണ് മോനെ യേശുവിൽ ഇത് കണ്ടെത്ത്, അല്ലെങ്കിൽ കൃഷ്ണന്റെ ഇത് കണ്ടെത്ത്, അല്ലെ അള്ളാഹു വിശ്വസിക്കുക. നമ്മൾ പോടാറുണ്ടെന്ന് പറയും ഇല്ലേ? പക്ഷേ ഇത് 3-ാമത്തെ വയസ്സിൽ തൊട്ട് നമ്മളെ ഭജന ഇരുത്തുന്നു, നമ്മളെ പള്ളി കൊണ്ടുവന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു, ഖുറാൻ പഠിപ്പിക്കുന്നു, ഗീത പഠിപ്പിക്കുന്നു. ഇതെല്ലാം പഠിപ്പിച്ച് 15 വയസ്സാവുമ്പോൾ ഇതൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോയ ഒരു അവനെ നമ്മൾ എതിർക്കും. മറ്റേ സിനിമയിൽ ഒരു അടിപൊളി ഇത് പറയുന്നുണ്ട് ഏത്യസത്തിനെ പറ്റി, എനിക്ക് ഓർമ്മയില്ല. 300 ദൈവങ്ങൾ ഉണ്ടെന്ന് വെക്കുക. ക്രിസ്ത്യൻസ് ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്നുള്ളൂ, ബാക്കി 209 ദൈവങ്ങളിലും പുള്ളി ഏത്തിസ്റ്റാ. ഞാൻ 300 ഏത്തിസ്റ്റാ. ഒരാളുടെ വിശ്വാസം നമ്മൾ തള്ളിക്കളയുന്ന പോലെ യു ആർ തള്ളിക്കളയെങ്കിൽ 1900 അതർ വിശ്വാസംസ്. ഞാൻ അതിൻ്റെ കൂടെ ഒന്നും കൂടെ തള്ളിക്കളയുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയോട് കൃഷ്ണനെ വിശ്വസിക്കാൻ പറഞ്ഞാൽ അവൻ പോകാൻ പറയും. ഇപ്പൊ ഒരു ഹിന്ദുവിനോട് അള്ളാഹുവിനെ വിശ്വസിക്കാൻ പറഞ്ഞാൽ പോകാൻ പറയും. ഞാൻ രണ്ടിനോടും ഇല്ല എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. സോ എവ്രിബഡി ഈസ് ആൻ ഏത്തിസ്റ്റ്. പക്ഷെ ഐ ഫീൽ എവരിവൺ ഹാസ് എ ഗോഡ്. എവരിവൺ ഹാസ് എ ഗോഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഏത്തിസം എന്നൊരു സംഭവം ഇല്ലെന്ന് ഞാൻ പറയും. ഗോഡ് എന്ന് വെച്ചാൽ നിന്റെ അൾട്ടിമേറ്റ് വാല്യൂസ്, നിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നീ ഉദ്ദേശിക്കുന്ന അപ്പൊ ഈ LGBTQ ആൾക്കാർക്ക് അവരുടെ ടോപ്പ് മോസ്റ്റ് വാല്യൂസ് ആണ് ഈ ഭയങ്കര ലിബറൽ ആയിട്ടിരിക്കുന്നതും ഇതും. അതൊക്കെയാണ് അവരുടെ ആ ഒരു മൈൻഡ് ഫുൾ, അവരുടെ ലൈഫ് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരിങ്ങനത്തെ അവരുടെ വേൾഡ് വ്യൂ ആണ്. ആ വേൾഡ് വ്യൂ ആണ് അവരുടെ ദൈവം, അവർ അനക്കുന്ന സംഭവം. മനസ്സിലായോ? ഒരു മനുഷ്യനും ദൈവം ഇല്ലാതെ ഇരിക്കൂലെന്നായിരുന്നു ഞാൻ പറയുന്നത്. ഇപ്പൊ ബ്രോ ലൈക്ക് വെർബലി ആണെങ്കിൽ പറയാം എനിക്ക് ദൈവം ഇല്ലെന്ന്. യു ഓൾവേസ് ഹാവ് ഇൻസൈഡ് ഓഫ് യു a set of values which controls your life. വാല്യൂസ് ഉണ്ടാവുന്ന വാല്യൂസ് ദൈവമാണെന്നാണോ പറയുന്നത്? Personification of values is equal to God. അങ്ങനെ പറയാം. ബ്രോ പേരിട്ടിട്ടില്ല മഹാഭാരത. അല്ല, ഞാൻ ദൈവം ഇല്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് ബിലീവ് ഇൻ എ മാൻ ഗോഡ്. ഇപ്പൊ നമ്മൾ പറയും ആൾ ദൈവങ്ങളാ, മാതാ അമൃതാനന്ദവയ ആൾ ദൈവവാ, മറ്റേ രവിശങ്കർ ആൾ ദൈവവാ. ഞാൻ ഒരു കാര്യം ചോട്ടെ, ജീസസ് എന്തോ, അള്ളാഹു എന്തോ, കൃഷ്ണൻ, ഇതെല്ലാം ആൾ ദൈവങ്ങളാ. ഇതെല്ലാം ആൾ ദൈവങ്ങളാ. ഞാൻ ഈ ആൾ ദൈവങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നേ ഉള്ളൂ. അഡ്രസ്സും പേരും ഒന്നും വെക്കല്ലേ. ഐ മീൻ ദൈവങ്ങളെ വിശ്വസിച്ചിട്ട് ഗുണമുണ്ടാവുന്നവർ വിശ്വസിക്കുക, അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. ദൈവങ്ങളെ വിശ്വസിക്കാതെ ഇരുന്നിട്ട് ഇഫ് ഹി ഈസ് ഹാവിങ് എ ബെറ്റർ ലൈഫ്, ഡോണ്ട്. അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. Guys, this podcast is ഞാൻ പോവാൻ പാടില്ലാത്ത പ്ലേസസിലേക്ക് പോയെന്നറിയാം.
This was a very constructive conversation. Any last thoughts, guys? Bro, last thoughts for the audience. ലാസ്റ്റ് തോട്ട്സ് നമ്മൾ തുടങ്ങിയത് LGBTQ അതെ അതാണ് ഞാൻ പിന്നെ സൈക്കിൾ ബാക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അടുത്ത വട്ടം LGBTQ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഡിസൈഡ് ഹൗ യു വാണ്ട് ടു ട്രീറ്റ് ഹിം. ഡിസൈഡ്, നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ബിക്കോസ് അവരെന്ത് വിചാരിക്കും, എൻ്റെ അപ്പുറത്തേക്കുന്നവർ എന്ത് വിചാരിക്കും. നോ, ടേക്ക് യുവർ ഓൺ ചോയ്സ്. if he is a dear friend, tell him എടാ this is wrong. Or if you feel like this is right, tell him ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. Have you ever Yeah. told somebody like that? എൻ്റെ ലൈഫിൽ അങ്ങനെ കണ്ടിട്ടില്ല, പേഴ്സണലായിട്ടില്ല. കാനഡയിൽ പോയി നമുക്ക് വർക്ക് പ്ലേസിലൊക്കെ ഉണ്ട്. വി ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് ദം. ഞാൻ ഒരു കാര്യം പറയാം. ഒരു വട്ടം ഒരു പാവാട ഇട്ട് ഒരാണ് കയറി വന്ന് പുള്ളിക്കാരനെ സാറിന്ന് വിളിച്ചതിന് എൻ്റെ 8 മണിക്കൂർ ഷിഫ്റ്റ് കുറച്ച് 4 മണിക്കൂർ ഇത് ഷിഫ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞു ഞാനും സാറിനാ വിളിച്ചത്. എന്നിട്ട് ഇവര് what the hell എന്നൊക്കെ ചോദിച്ചിട്ട് പോയി. എന്നിട്ട് ഫ്രണ്ട് കൗണ്ടറിൽ ചെന്നിട്ട് അവര് പറഞ്ഞു ഞാൻ ഒരു ദിവസം അവിടെ ജോലി ചെയ്തോളൂ, എൻ്റെ ട്രെയിനിങ് ആയിരുന്നു. ഞാനൊരു ഓട്ടോ പാർട്സ് കടയിൽ നിൽക്കുമായിരുന്നു. അവിടെ ചെന്നിട്ട് എന്നോട് ഞാൻ സാറെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഡ്രസ് ചെയ്തേക്കുന്ന പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ്, പക്ഷെ കണ്ട ഒരു 7 foot ജിമ്മൻ. നമ്മൾ സാറെന്നല്ലേ വിളിക്കൂ. പക്ഷെ മാനേജറിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്തു. പുള്ളി എന്നോട് വന്ന് അഡ്വൈസ് ഒക്കെ ചെയ്തു. രണ്ടാമത്തെ ദിവസം ട്രെയിനിങ്ങിന് ഷിഫ്റ്റ് ഇട്ടില്ല, വരണ്ടാന്ന് പറഞ്ഞു. പരിപാടി തീർത്തു. എൻ്റെ തീർത്ത് എനിക്ക് 8 മണിക്കൂർ ഷിഫ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന റെഗുലർലി 4 മണിക്കൂറാക്കി. അപ്പം ഞാൻ ആക്കിയെന്ന് ചോദിച്ചു, അത് നിങ്ങളുടെ കസ്റ്റമർ ഇത് ഫീഡ്ബാക്ക് വാസ് വെരി ബാഡ്. How do you approach them properly? എടാ അവര് വരുമ്പോ അവരെ എന്ത് വിളിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ അവരെ മെയിലാണോ ഫീമെയിലാണോ സിസ് ആണോ ജിസ് ആണോ ട്രെയിൻ ത്രോർ ആണോ നമ്മൾ ഗസ് ചെയ്യണം. Just wear sunglasses and act like you're blind. Transformer. ആദ്യം പ്രോണോൺസ് ചോദിക്കണം. അവര് പറയും, അവരിപ്പോ വന്നിരുന്ന് പറയും ഹായ് മൈ പ്രൊനൗൺസ് ഈസ് സിസ് ട്രാൻസ്ജെൻഡർ GCC. എന്നിട്ട് നമ്മള് അത് വെച്ച് സംബോധന ചെയ്യണം. The funny thing is, ഞാൻ ഒരു ഫാസ്റ്റ് ഫുഡിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഇയാൾ എന്താണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കുന്തോ ചെയ്തില്ല. I don't need to shut the fuck up. ഇതെന്റെ ജോലിയല്ല. കസ്റ്റമർ പ്രൊഫൈലൊക്കെ നോക്കി പുള്ളിക്കാരൻ ഞാൻ ജോലിക്ക് എടുക്കുവാണോ, ഒരു കുന്തവും ഇല്ല. പുള്ളിക്കാരൻ വന്ന് എൻ്റെ അടുത്ത് ചൂടായി, എങ്ങനെയാണ് ഞാൻ ആണാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചത്? ഞാൻ കണ്ടാൽ അവർക്ക് ട്രിഗർ ആവും. അങ്ങനെ പറഞ്ഞാൽ അവര് ട്രിഗർ ആവും. തീർന്ന് പുള്ളി വന്ന് മാനേജർ വന്ന്, ഇത് നിങ്ങൾ ആലോചിക്കണം, എൻ്റെ 1 month വർക്കിംഗ് ടൈമിലാണ്. എല്ലാ ഫൈറ്റ്സിന്റെ കൂടെയാണ് ഞാൻ ഇത് വർക്ക് ചെയ്യുന്നത്. എല്ലാം കയറി എൻ്റെ തിരിഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. ലൈക്ക് ആസ് എ സെഡ് ഇറ്റ്സ് എ ഷെയിം. എനിക്കത് ഫീൽ ചെയ്ത് അവിടെ ഇരുന്നപ്പോ. നിന്നെ മറ്റേ വില്ലനെ പോലെ നോക്കും. നമ്മളെ എന്തോ മണ്ണിനടിയിൽ നിന്ന് വന്ന പണ്ട് കേവ്മെന്നൊക്കെ പോലെ നോക്കും. ഇതൊന്നും അറിഞ്ഞൂടെ, ഇതൊക്കെ എറ്റിക്സ് ആണ്. ഞാൻ വേറൊരു കോൺട്രഡിക്ഷൻ പറഞ്ഞോട്ടെ. തപ്പോണം തന്നെ നേരത്തെ പറഞ്ഞ യൂറോപ്പിൽ അതുപോലത്തെ ഇപ്പം മോഡേൺ സൊസൈറ്റീസിനകത്തൊക്കെ ഇപ്പം ഇപ്പോഴത്തെ അവിടുത്തെ സൊസൈറ്റീസിലൊക്കെ ബാറിൽ ഇപ്പം പോകണമെങ്കിൽ ഐ ഡോണ്ട് ഗീവ് എ ഷിറ്റ് യുവർ എ മെൻ ഓർ വിമൻ, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു. ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദിസ് റേറ്റ്. അതാണ് ലീഡ് ചെയ്തതെന്നാണ് നമ്മൾ കുറച്ചുകൂടി പറഞ്ഞത്. ആ ഐഡിയ പക്ഷേ ദ തിങ് ഈസ് ഫ്രീഡം, ലിബറലിസം. ഇതൊരു ആക്ടിവിസമായിട്ട് മാർക്കറ്റ് ചെയ്തു. അതാ എനിക്ക് ആ ഒരു സാധനം എനിക്ക് ആ ഒരു കോൺട്രഡിക്ഷൻ മനസ്സിലായി നിങ്ങൾക്ക്. The people who fight for this are activists right now. Like ഇതെന്തോ ഒരു എന്താ പറയാ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. ഹീറോസ് like they consider them as a heroes. That is the war they are fighting. മനസ്സിലായോ? എല്ലാ തരത്തിലുള്ള സ്ട്രഗിൾ, that is the struggle they are undertaking. This is a spiritual war. ശരിയാ, ഇതൊരു സ്പിരിച്വൽ വാറാണ്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ യു ഡോണ്ട് ഹാവ് ടു ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സൈഡ് ചൂസ് ചെയ്യണ്ട. യു ഹാവ് ടു തിങ്ക് ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അനിയനോ ഒരു ചേട്ടനോ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പെരുമാറും എന്നുള്ളത് നോക്കിയും കണ്ടും വെച്ചോ. ബിക്കോസ് ഇറ്റ്സ് ഗോണ ഹാപ്പൻ സൂൺ. ബിക്കോസ് അങ്ങനെയാണ് കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാർ ജയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻ ദ നെക്സ്റ്റ് 10 years they are going to introduce job reservations for this umbrella. ബിക്കോസ് അതിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. See, how can we resent them respectfully?
Resent them? Resent them respectfully. You be whatever the fuck you want. It's none of my business. You have a nice day. Fuck off. Yeah, fuck off. പക്ഷേ Don't get near my children. You can do whatever you want. Don't get near my children. എനിക്ക് മറ്റേ അതിൽ ട്രിഗേർഡ് ആയത് ചിൽഡ്രൻസ് ആർ കാനഡയിലും അമേരിക്കയിലും ചിൽഡ്രൻസ് പിള്ളേരുടെ ബുക്കിനകത്ത് ഈ സ്റ്റോറീസ് ഒക്കെ ഭയങ്കര ഐഡിയലൈസ് ചെയ്ത് പഠിക്കും. അതെ, അമേരിക്കയിലെ ഒരു കഥ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ദിസ് ഈസ് നോട്ട് എ സ്റ്റോറി ഫ്രം എ ഡാർക്ക് ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ്. ഇറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ദ ലാസ്റ്റ് 4 years. ട്രംപ് വന്ന് ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. മെച്യൂർ ആവാത്ത pre-KG or KG സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഹു ആർ 4 to 10 അല്ലെങ്കിൽ 4 to 12 years of age. ഏത് സ്റ്റേറ്റിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇഫ് യു സെർച്ച് ഇറ്റ് അപ്പ് പെട്ടെന്ന് കിട്ടും, ബിക്കോസ് ഇറ്റ് വാസ് എ ഹ്യൂജ് തിങ് ദെയർ. പക്ഷേ വെളിയിലുള്ള മീഡിയക്ക് കവറേജ് കൊടുക്കത്തില്ല. സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാനിപ്പോൾ എൻ്റെ ടീച്ചറിനോട് പറയുക, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടീച്ചർ ഇൻ സ്കൂൾസ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ആർ പ്രോ LGBTQ. അങ്ങനെയുള്ളവർക്കേ പോസ്റ്റിംഗ് കൊടുക്കുന്നുള്ളൂ, ബിക്കോസ് ദേ ആർ ഡീംഡ് സേഫ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഫ്ലൂയിഡിറ്റി. അപ്പോൾ ഇങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായ ഞാൻ ചെറുക്കൻ എന്ന് പറയും, മാഡം ഐ തിങ്ക് ഐ എം എ ഗേൾ. ബിക്കോസ് അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ ദേ ബീൻ ടോട്ട് ജെൻഡർ എവറി ഡേ. അവരുടെ ഒരു സബ്ജക്റ്റ് തന്നെ ജെൻഡർ ഫ്ലൂയിഡിറ്റിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കാത്തൊരു കൊച്ചാണേലും 4ാം ക്ലാസ്സിലുള്ള ഇത്ര 6 വയസ്സുള്ള അല്ലെങ്കിൽ 8 വയസ്സുള്ള ഒരു കൊച്ചിരുന്നാലും ഞാനാണോ പെണ്ണാണോ, നീ ഏതാടാ, അപ്പുറത്തിരിക്കുന്ന പറയാം എന്നാൽ നമുക്ക് പെണ്ണാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ വിൽ ഗെറ്റ് ദ ഷോട്ട് ദാറ്റ് ഡേ. ജെൻഡർ അഫേമിങ് ചെയ്യുന്ന ഹോർമോണൽ ഷോട്ട് അവന് അന്ന് കൊടുക്കും. ആ സ്റ്റേറ്റിലെ റിമെമ്പർ ചെയ്യുന്നില്ലേ, ആ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം പേരൻസിന്റെ കൺസെന്റ് വേണ്ട. ഡു യു ബിലീവ് ദിസ് ഷിറ്റ്? ഇത് അവിടുത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. ബട്ട് നോ ന്യൂസ് ചാനൽ റിപ്പോർട്ടഡ് ഇറ്റ്. എല്ലാം ബിഗ് മീഡിയകളെല്ലാം ഇവരുടെ കൂടെയാണ്. ബിക്കോസ് നമ്മുടെ സ്കൂളിൽ ഒരു കൊച്ചിന് പനി വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പേരൻസ് അറിയണം. അവിടെ ആൺകൊച്ചിനെ ഞാൻ സ്കൂളിൽ വിടുക, എൻ്റെ മോൻ വൈകിട്ട് വരുന്നത് പെണ്ണാവാനുള്ള ഇഞ്ചക്ഷൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയെന്ന് അറിഞ്ഞില്ല. പിന്നെ എങ്ങനെ അറിയുന്നത്? കൊച്ചിൻ്റെ കയ്യിൽ പാടും അലർജീസും വന്ന് മാസങ്ങൾ കഴിഞ്ഞ് ഇവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്ന് 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 2 വർഷം മുന്നേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഹിഡൻ ഫ്രം ദ പേരൻസ് ഫോർ 2 years. ഇമാജിൻ ദ ഫക്കറി ദാറ്റ്സ് ഹാപ്പനിങ് ഓവർ ദ US. 2 വർഷം. Can I ask you something? ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ലാക്ക് ഓഫ് മാസ്കുലിനിറ്റി ഇൻ ദ സൊസൈറ്റി എന്ന് പറയാൻ പറ്റുമോ? ലാക്ക് ഓഫ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ലാക്ക് ഓഫ് അവയർനെസ് എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചില് നമ്മൾ വെള്ളത്തിൽ വീണ ലൈഫ് സേവേഴ്സ് റെഡിയല്ലേ 24/7. അതുപോലെ വാക്സിനും ഹോർമോണും ആയിട്ട് ഷോർട്ട് ടേക്കേഴ്സ് റെഡിയാണ് സ്കൂളിൽ. മനസ്സിലായോ? 2ാമത്തെ പീരീഡ് കൊച്ചു വന്ന് ടീച്ചറിനോട് പറയണമെങ്കിൽ 3ാമത്തെ പീരീഡ് ജാബാണ് കൊടുക്കുക. വെരി റിയൽ. ഇറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ. അതിന് ഇപ്പൊ ട്രംപ് വന്നത് സ്റ്റോപ്പ് ചെയ്തു. ബട്ട് അവരുടെ ലീഡേഴ്സിന് പോലും ഇത് പുറത്ത് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വാട്ട് വുഡ് ദ വേൾഡ് തിങ്ക് അബൌട്ട് ദം ഗിവിംഗ് ഡോസസ് ടു ചിൽഡ്രൻ വിത്തൗട്ട് ദെയർ പേരൻസ് കൺസെന്റ്. And gender changes in the suicide rate കൂടുതലാണ്. 40%. മാത്രമല്ല നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ സൂപ്പർമാൻ സിൻഡ്രം, 4ലും 5ാം ക്ലാസ്സിലും ഒക്കെ നമുക്ക് പലതും തോന്നും. നമുക്കൊരു അടി കിട്ടുമ്പോൾ അത് മാറും. പക്ഷെ അവിടെ അത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഗേ ടീച്ചർ അവിടുത്തെ സ്കൂളുകളിൽ ബൈബിളും കൊയറും നിർത്തി, പക്ഷെ ഡ്രാഗ് ഷോസ് തുടങ്ങി. Literally porn books for children. How to decide the best porn for your life. Wait. I interviewed one drag queen. Like drag shows. എൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഐ ഷുഡ് ഇന്റർവ്യൂ ഡ്രാഗ് ക്വീൻസ് ഹൂ ഡസ് ഡ്രാഗ് ക്വീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇതിന്റെ ഫ്ലൂയിഡിറ്റിയിൽ വന്ന് ആണുങ്ങളൊക്കെ വലിയ ഡിക്കൊക്കെ ഉള്ളവര് പെണ്ണുങ്ങളുടെ പാന്റീസ് ഒക്കെ ഇട്ട് വന്നിട്ട് കുണ്ടി കുലുക്കി
Lots of makeup. Lots of Random makeup. fucking shit about അത് ഇന്റർവ്യൂ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. എടാ കാണുമ്പോ ശരിക്കും അബ്യൂസ് ചെയ്തേ. യു ആർ അബ്യൂസ്ഡ്. അതാ വെളിയിൽ നിന്ന് വരുന്ന ആളുകളെ കോളേജിനും ഇതിന്റെ അജണ്ടാസ് ഉണ്ട്. ബിക്കോസ് കോളേജ് കരിക്കുലത്തിലും ഉണ്ട്. ഇഫ് യു ഹാവിംഗ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് വിത്ത് ദീസ് തിങ്സ്, ഗെറ്റ് ദം എൻഗേജ്ഡ് വിത്ത് ദീസ് പീപ്പിൾ. അതുകൊണ്ട് നിന്റെ പ്രോജക്റ്റ് ഒക്കെ അതായിരുന്നു അല്ലേ? ഈ പ്രൊജക്റ്റിൽ എന്ന് വെച്ചാൽ 4 പേരാണ് ഒരു ഗ്രൂപ്പില്. അതിനകത്ത് ഒരാള് ഇങ്ങനെ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള പുള്ളിക്കാരി ഷോർട്സ് എടുത്തോണ്ടിരിക്കുക. Yeah. പുള്ളിക്കാരി ആയിരുന്നു. ഇപ്പൊ പക്ഷെ സെക്കൻഡ് സെമിസ്റ്റർ ഇപ്പൊ പുള്ളിക്കാരനായി. ഞാൻ പട്ടപ്പോയി. ഞാൻ പട്ടപ്പോയി. It's bigger than mine. And there's still a chance. അല്ല. You might be coming to a gay. കാരണം ഞാൻ 3rd സെമസ്റ്ററിലൊക്കെ പുള്ളിനെ ഹീ എന്ന് പറഞ്ഞ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ പുള്ളി അവരെന്നെ തിരുത്താൻ തുടങ്ങി. എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല ഇതെന്തൊരു സാധനമൊന്ന്. അങ്ങനെ ലാസ്റ്റ് പ്രൊജക്ട് വന്നപ്പോൾ പുള്ളിക്കാരി വെച്ചൊരു ആശയമാണ് ഡ്രാഗ് ക്വീൻസിനെ പറ്റി സംസാരിക്കണം. ബിഗ് എന്തോ ഒരു സംഭവം, എനിക്ക് സംഭവം ആരാന്ന് പോലും അറിയില്ല. ഞാൻ വിചാരിച്ചെന്തോ വല്ല നാടകമോ പരിപാടി എന്തോ ആണെന്ന്. ഇല്ല, ഞാനൊരു ആശയം പുറത്തോട്ട് വെച്ചു. അപ്പം ഞങ്ങളെ ടീച്ചർ പറഞ്ഞു ഇല്ല, ഇതാണ് ബെറ്റർ ടോപ്പിക്, നീ എന്ത് ഞാൻ ലൈക് നമ്മളുടെ ഒരു ചെറിയ ടൗണാ, അവിടെ ഉള്ള ഫിലിം മേക്കേഴ്സ് ഇന്ന് അവിടുന്ന് പഠിച്ചിറങ്ങി എവിടെ എത്തിയെന്ന് സംസാരിക്കുന്ന ഒരു ഡോക്യുമെന്ററി. ഇതുപോലെ എനിക്ക് ഞാൻ KFC-യിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. ഷീസ് എ കനേഡിയൻ ആൻഡ് എ നൈസ് ഫാമിലി ഫ്രം എ വെരി പ്രസ്റ്റീജിയസ് ഫാമിലി. അപ്പോൾ ഇവളുടെ സ്കൂളിലെ കഥയൊക്കെ വന്ന് പറയും. ഷീസ് എ സ്കൂൾ ഗേൾ. ഇവള് പാർട്ട് ടൈമിൽ ഞങ്ങളോട് വരും ഒരു ദിവസം 4 ഉറക്കെ. അതിന് ഭയങ്കര കമ്പനിയാണ് എല്ലാവരോടും. അപ്പോൾ ഒരു ദിവസം ഇവള് വന്നിട്ട് പറയാണ്, ഇന്ന് ഉച്ചയ്ക്ക് നേരത്തെ സ്കൂൾ വിട്ടല്ലോ. ഞങ്ങൾ ചോദിച്ചു എന്താ പരിപാടി? അതവിടെ ബാത്റൂമിൽ റെനോവേഷൻ നടക്കുക. ചോദിച്ചു ഓക്കെ, എന്താ പരിപാടി? റെനോവേഷൻ വരുമ്പോൾ സ്കൂളൊക്കെ അടയ്ക്കുമോ? അതല്ല, അത് ഫുൾ വാട്ടർ സപ്ലൈ മാറ്റണം. ഓക്കെ, അപ്പോൾ വലിയ പരിപാടിയാണെന്നല്ലോ. ഇല്ല, വലിയ പരിപാടിയൊന്നുമല്ല. സ്കൂളിൽ 4 വൂൾഫുണ്ട്, എൻ്റെ ക്ലാസ്സിൽ 4 വൂൾഫുണ്ട്. അപ്പം അവർക്ക് അണുങ്ങളാ വൂൾഫാ. പക്ഷെ അപ്പൊ അവർക്ക് ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിക്കാൻ പറ്റത്തില്ലല്ലോ, വൂൾഫല്ലേ. അപ്പൊ അവർക്ക് നമ്മുടെയൊക്കെ ഈ ഫ്ലാറ്റിലൊക്കെ ലിറ്റർ ബോക്സ് കണ്ടിട്ടുണ്ടോ, പൂച്ചയ്ക്കൊക്കെ കൊടുക്കുന്നത്? അതിന്റെ ഹ്യൂമൻ സൈസ്ഡ് ലിറ്റർ ബോക്സ് പണിയുക. മണലിൽ പോയിരുന്നു. ഗവൺമെന്റ് സ്കൂൾ, ദിസ് ഇസ് എ പബ്ലിക് സ്കൂൾ. ലിറ്റർ ബോക്സ് വിത്ത് മണൽ ആൻഡ് വൂൾഫിന്റെ പടമൊക്കെ ഉള്ളത് വന്ന് പണിയുക 4 പേർക്ക് വേണ്ടി. അവര് മണലിന് വന്ന് അവർക്ക് ഇടാനും മുള്ളാനും ഒക്കെ പറ്റും. നിങ്ങൾ ആലോചിക്കുക, നാളെ നമ്മളെ കേരളത്തില് നിങ്ങളൊരു ടോയ്ലറ്റ് കയറാം, ഒരാൾ അങ്ങനെ സത്യം, കാനഡ ഒരു മോളിൽ GTA സെർവറാണ്. നമ്മളത് വിശ്വസിക്കൂല. വൻ കോമഡി ഒക്കെ നടക്കുന്നത്. ഇനി പോഡ്കാസ്റ്റ് പോയാൽ ഞാൻ ലാസ്റ്റ് ഇതൊക്കെ ആളുകൾ ഡിസ്കസ് ചെയ്യണം. നിങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ ഇതിനെപ്പറ്റി പറയണം, ഇതിനെപ്പറ്റി ചിന്തിക്കണം. ഇതിനെപ്പറ്റി ചിന്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ഈ യുവന്മാരെല്ലാം കൂടെ കയറി ഭരിക്കും. ഇനി നാളെ ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആവുന്നില്ല എന്ന് ആര് കണ്ടു? They will introduce a new flag under a new political party. എന്തോരം പേര് ഇതിനകത്തുള്ള എല്ലാവരും അവരുടെ വോട്ട് ചെയ്യും ഇല്ലേ? ഒരു ഇമാജിൻ, ഇപ്പൊ കാനഡയിൽ ഏകദേശം 40-30% പേര് ഇതിനകത്താ, അംബ്രല്ലക്കകത്താ. ഇപ്പൊ എന്തിന് എന്റെ ഫയൽ എടുത്താൽ പോലും ചിലപ്പോൾ നമ്മളെ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ 5 മെയിലിനകത്ത് സിസ് മെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും അംബ്രല്ലക്കകത്താ സ്റ്റാറ്റിസ്റ്റിക്കലി. അപ്പോൾ അതുപോലെ ഇനി ഇവിടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. കോളേജിലേ തുടങ്ങിയിട്ടുള്ളൂ. 20 വർഷം മുന്നേ അവിടെ എങ്ങനെയായിരുന്നു? പക്ഷേ ഇപ്പോൾ വർക്ക് പ്ലേസിൽ ടേബിളുണ്ട്, വർക്ക് പ്ലേസിൽ ഷൂസ് ഉണ്ട്, ഫ്ലെയിം ത്രോവേഴ്സ് ഉണ്ട്. അപ്പം ഇവർക്കൊക്കെ ഇൻസെൻറ്റീവ് വരുമ്പോൾ ഓയിലൊക്കെ ആയിരിക്കും. Your last thoughts.
എടാ നിങ്ങളോടാ എടാ സബി നിന്റെ ലാസ്റ്റോട്ട് പറ. എന്റെ ഇതില് ലൈക്ക് ഡോണ്ട് ബാക്ക് ഔട്ട് വിത്ത് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഒരാൾ ഇവൻ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യും. ലൈക്ക് അതിന് ഞാനൊരു ഞാൻ എന്റെ മുന്നിലെ പാവാടിട്ട് വന്ന മനുഷ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ട കാര്യമാണ് ഞാൻ ഇത് ചെയ്തത്. ഞാൻ അതിനാണ് എന്റെ ജോലി പോയത്. ലൈക്ക് ലിറ്ററലി എന്റെ ജോലി അവർക്ക് അതിന് കളയാനും പറ്റിയില്ല, ഞാൻ റിസൈൻ ചെയ്തതാണ്. അപ്പൊ എൻ്റെ ഒരു ഐഡിയൽ എപ്പോ നമ്മൾ ക്വസ്റ്റ്യനിങ് നിർത്തുന്നോ അപ്പൊ അവര് ജയിച്ചു. അതാണ് എൻ്റെ അതെ. അത് നീ അവിടുത്തെ എംപ്ലോയി ആയതുകൊണ്ട് ഐ വാസ് ട്രെയിനിങ്, ദേ ഫയർഡ് മീ. സി നിനക്ക് 2 കാനഡയിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ബോത്ത് ദീസ് ഗൈസ് were fired for calling a woman calling a guy sir. That's how bad Canada is. റൈറ്റ് ഹുക്ക് അപ്പർ കട്ട്. എനിക്ക് പറയാനുള്ളത് അത് തന്നെ. എടാ പിന്നെ വേറെ കാര്യമുണ്ട്, മെന്റൽ ഡിസോർഡർ ഉള്ള ആളുകളാണെന്ന് നമുക്കറിയാമെങ്കിൽ ഈ റൈറ്റ് ഹുക്കും അപ്പർ കട്ടും കൊണ്ട് ചെല്ലരുത്. ദേ സഫറിങ് എ മെന്റൽ ഇൽനെസ്. ട്രൈ ടു ഗെറ്റ് ദം സ്ട്രൈറ്റ് യൂസിങ് യുവർ ബ്രെയിൻ ഇഫ് യു വാണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്കിപ്പം എന്തുവാ പറയുന്നത്, വട്ടായ ഒരു അമ്മാവൻ രാവിലെ എണ്ണീറ്റ് പ്രാന്ത് കാണിക്കുന്നു, നമ്മൾ പോയി ഇടിക്കുവോ? ഇല്ല. നമ്മളെന്ത് ചെയ്യും? കള്ളത്തരൊക്കെ പോലെ അമ്മാവ അങ്ങ് വാ നമുക്കൊരാളെ കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ നോക്കും. അതുപോലെ ഇവരെ എങ്ങനെ ഇവർ പോലും അറിയാതെ ഇവർ ട്രിഗർ ആവുക. കാരണം ഇവർ ട്രിഗർ ആയിക്കഴിഞ്ഞാൽ ഇവർ കൂടുതൽ അങ്ങോട്ട് പോകും. കാരണം എനിക്ക് നീ വേണ്ടടാ, എനിക്ക് എൻ്റെ ആളുകളുണ്ട്, ഇവരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിലെ വലിയ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കും വാട്സപ്പും ഒന്നുമല്ല, ഓർഗനൈസ്ഡ് അസോസിയേഷൻ. ഇവർക്ക് എന്തെങ്കിലും ത്രെട്ടോ കാര്യങ്ങളോ നേരിട്ടാൽ ദേ ക്യാൻ കംപ്ലൈൻ ആൻഡ് പോലീസ് വിൽ കം ഹിയർ. അതിവിടെ തുടങ്ങി. ഇമാജിൻ ഈ പോഡ്കാസ്റ്റുകളിലും കാര്യങ്ങളിലും ഒന്നും 5 വർഷം കഴിഞ്ഞ് ഇതുപോലെ ഇരുന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ, 5 വർഷം കഴിഞ്ഞ് നമുക്ക് ഈ കോൺവെർസേഷൻ ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഹൗ ഫക്ക്ഡ് അപ്പ് വിൽ ബി. ഫ്രീ സ്പീച്ച് എവിടെ? അവർ ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രീഡം പോവുക. ഫ്രീഡം ആണ് അവർക്ക് വേണമെങ്കിൽ നമുക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഫ്രീഡത്തിന് അവർ ഫൈറ്റ് ചെയ്യണം. ഫ്രീഡം ഗോസ് ബോത്ത് വേസ്. ഫ്രീഡം ഗോസ് ബോത്ത് വേസ്. ഒരാണിന് ഞാൻ പെണ്ണാണ് എന്ന് പറയാൻ അത്ര ബ്ലണ്ടർ അവർക്ക് പറയാൻ പറ്റുന്ന ഫ്രീഡം പവർ അവർക്ക് വേണമെങ്കിൽ അതൊരു ബ്ലണ്ടറാന്ന് പറയാനുള്ള ഫ്രീഡവും എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ആ മൊക്കെ കിട്ടി. അല്ലാതെ സൈലൻസ് ചെയ്യുക അന്ത പരിപാടികൾക്കൊക്കെ നമുക്ക് 5 വർഷം കഴിഞ്ഞ് ഇങ്ങനെ പാട്ട് വരുവാണെങ്കിൽ നമ്മളൊരു പാട്ട് തുടങ്ങും. മൈ ലാസ്റ്റ് തോട്ട്സ് ആർ, എന്താ പറയുക, ഐ ട്രൂലി സീ ദിസ് ആസ് എ മെന്റൽ ഡിസോർഡർ. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു വേൾഡ്, വി ആർ ഇൻഫ്ലുവൻസ്ഡ് എവറി 5 seconds. either it's from your phone, your friend, എവിടെ അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ, എല്ലാ രീതിയിലും നിങ്ങളെ their goal is to win your time and give you stimulus. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടത് വിയേർഡ് സ്റ്റിമുലസ് അവർ വന്ന് നിങ്ങളെ ഹാപ്പി ആക്കാൻ നോക്കാം, വേറെ പല രീതിയിൽ നിങ്ങൾക്ക് തോട്ട്സ് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എ മെൻ്റൽ ഡിസോർഡർ ഇസ് എ മെൻ്റൽ ഡിസോർഡർ. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോസ് ഓഫ് നേച്ചർ. അത് മനസ്സിലാക്കുക. ഇപ്പം കുറേ പേര് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് വരും, എന്താ പറയുക, നേച്ചറിൽ തന്നെ കുറേ ആനിമൽസ് ബൈസെക്ച്വൽ. ഇതിനെയൊക്കെ ഡീപ്പ് റിസർച്ച് നടത്തുമ്പോൾ അറിയാം ഇതൊക്കെ കുറേയൊക്കെ സ്കാമാണെന്ന്. സത്യം, ഇതൊക്കെ കുറേയൊക്കെ സ്കാമാണെന്ന് നമുക്ക് ഡീപ്പ് നോക്കുമ്പോൾ അറിയാം. സോ ഹാവ് ദ റൈറ്റ്സ് ടു സ്റ്റാൻഡ് ആൻഡ് ടോക്ക്. you are talking with someone who has morality, and if you think you have morality, you have the right to talk and you can't be silenced. And if somebody is seeing this that I know, if you are gay and you come speak to me, I'm going to ignore you. Guys, ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ആരെയൊന്നും അടിച്ചമർത്താനൊന്നും ശ്രമിക്കുന്നത്. വി ആർ ജസ്റ്റ് 5 people thinking freely. സത്യം. Guys, love you. Bye bye.